ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 93-ാമത്തെ ക്ലാസ്സിലേക്ക് 2026 ഏപ്രിൽ മാസം 21-ാം തീയതി എല്ലാവരെയും കർത്തൃനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന മഹത്വ പ്രത്യക്ഷതയുള്ള ബന്ധത്തിൽ അന്ന് നടക്കുന്ന 7 സുപ്രധാന സംഭവങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചുള്ള 7 കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ പഠനത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. അതിൽ അവസാനത്തെ സംഭവം മഹത്വത്തിന് സിംഹാസനത്തിന് മുമ്പുള്ള ന്യായവിധിയും സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭവും ആകുന്നു. അതാണ് 7ാമത്തെ സംഭവം. ഇപ്പോൾ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലാണ് നമ്മളായിരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചൊന്ന് വേഗത്തിൽ നമ്മൾ ചിന്തിച്ച് ഈ അധ്യായത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ പഠനം പൂർത്തീകരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്താണ് ലോകാവസാനം, ലോകാരംഭം, ലോകസ്ഥാപനം എന്നൊക്കെ ഇതിനു മുമ്പുള്ള പഠനങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിനെന്ന് പറഞ്ഞാണ് മഹത്വ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുന്ന വലത്തുവശത്ത് നിൽക്കുന്ന ചെമ്മരിയാടുകളോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അന്ന് ജീവനോടിരിക്കുന്നവരിൽ നീതിമാന്മാരായി ദൈവം കണ്ട് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കപ്പെടുന്ന പ്രജകളാകുന്ന ജീവിതങ്ങളെന്ന് നാം കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചിരുന്നു. അപ്പോൾ അതിൽ അവർ പുനരുത്ഥാനം പ്രാപിച്ചവരല്ല എന്നും ആ സാഹചര്യത്തിൽ വളരെ മഹാകഷ്ടതയുടെ മഹാപീഡയുടെ ഈ ലോകാവസ്ഥ ആരംഭം മുതൽ ഇന്നുവരെ ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടതയുടെ 1 മാസത്തിനും 2.5 മാസത്തിനും ഇടയിലുള്ള ഒരു സമയകാലത്തിൽ ദൈവം നാളുകളെ ചുരുക്കുന്ന ഒരു ദിവസം ഉണ്ട്. അതാണ് കഥ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ 1 മാസത്തിനും 2.5 മാസത്തിൻ്റെ ഇടയ്ക്ക് 30-നും 75 ദിവസത്തിനും ഇടയിലുള്ള വലിയ മഹാകഷ്ടതയുടെ ദിവസങ്ങളിൽ ഒന്നിനെ ആണ് ദൈവം ചുരുക്കി 75 ദിവസങ്ങളിൽ ഒന്നിനെ ചുരുക്കിയാണ് 30 ദിവസം കഴിഞ്ഞിട്ട് കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് നടക്കുന്ന പ്രധാന 7 സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ചിന്തിച്ചിരുന്നത്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിരവധി ഉപമകളോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞിരുന്ന പല ഉപമകളെയും നമ്മൾ ഈ കർത്താവിൻ്റെ 2ാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ ദൈവരായിട്ടുള്ള ബന്ധത്തിൽ നമ്മളതിനെ തുലനം ചെയ്ത് പഠിച്ചിരുന്നു. ഇതിന് സമാന്തരമായി മത്തായി, മർക്കോസ്, ലൂക്കോസ് എഴുതിയ സുവിശേഷങ്ങളിലെ ഏത് ഉപമകളെയും നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഒന്നുകിൽ അത് കല്യാണ സദ്യയെക്കുറിച്ചോ രാജാവിൻ്റെ വരവിനെക്കുറിച്ചോ അങ്ങനെ കൊയ്ത്തിനെക്കുറിച്ച് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള സ്വർഗീയ മർമ്മങ്ങളെയാണ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകമായ സന്ദർഭങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ അതിനോടനുബന്ധമായി പഠിക്കേണ്ട ഉപമകളെ എടുത്ത് പഠിക്കുവാനും നമുക്ക് ദൈവം സഹായിച്ചു. അപ്പോൾ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ലോകസ്ഥാപനത്തിൽ മനോഹരമായ ഭൂമിയെ ദൈവം പാഴ്ശൂന്യമായി പോയ ഭൂമിയിൽ നിന്ന് പുനഃസൃഷ്ടിച്ച് 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച് മനുഷ്യ സൃഷ്ടിയെ ഉണ്ടാക്കി 7ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നെന്നും അങ്ങനെ ലോകസ്ഥാപനത്തിലെ പ്രവൃത്തികളെല്ലാം തീർന്നുപോയി എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷമാണ് കർത്താവ് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി അവിടെ മനുഷ്യനെ കൊണ്ടുയാക്കുന്നതും അവിടെ ഹവയെ സൃഷ്ടിച്ചു കൊടുത്ത് അവർ 2 പേരും അടങ്ങുന്ന ഒരു പ്രത്യേക സ്ഥലമായിരുന്നു ഏദൻ തോട്ടം എന്നുള്ളത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ലോകസ്ഥാപനം ഏദൻ തോട്ടത്തോടുള്ള ബന്ധത്തിൽ ആദമും ഹവയും അവർ എന്നുവരെ നിഷ്പാപമായിട്ടുള്ള യുഗത്തിൽ ജീവിച്ചിരുന്നുവോ എന്നുള്ളത് നാം കാണുന്നത്. എന്നുവരെ പിശാച് അവിടെ നുഴഞ്ഞു കയറി അവരുടെ ചിന്തയെ മറിച്ചു കളഞ്ഞുവോ അന്ന് വരെയാണ് അവിടെ അവരുടെ നിത്യതയുള്ള ബന്ധത്തിലുള്ള ജീവിതം അവിടെ ആയിരുന്നത്. എന്നാൽ ശത്രു നുഴഞ്ഞു കയറി അവരെ പരാജയപ്പെടുത്തി അവിടുന്ന് അവരുടെ ജീവിതം, നിത്യജീവനോടുള്ള ബന്ധത്തിലുള്ള ജീവിതം അവിടുന്ന് അവർ നഷ്ടപ്പെടുത്തി അവരെ സൃഷ്ടിക്കാൻ എടുത്തിരുന്ന മണ്ണിലേക്ക് ഇറങ്ങി വരുന്നതിനെയാണ് ലോകാരംഭം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സർവ്വലോകവും സാത്താൻ്റെ
അധീനതയിൽ കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോക ആരംഭം സാത്താനിക ആധിപത്യത്തിൻ്റെ ആരംഭത്തെയാണ് തിരുവചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ലോകസ്ഥാപനം ദൈവം മനോഹരമായി സൃഷ്ടിച്ച മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള മനോഹരമായിരിക്കുന്ന പശ്ചാത്തലമാണ് ഈ ലോകസ്ഥാപനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലോകസ്ഥാപനം പോലെ ഉണ്ടായിരുന്ന ഭൂമിയെ പോലെ ഒരു ഭൂമിയെ ദൈവം ഈ ഭൂമി ആക്കിയെടുക്കും. അതാണ് 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിലെ ഭൂമിയിൽ എന്താണ് പ്രത്യേകത എന്നുള്ളത് നമ്മളത് തുടർന്ന് 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് കർത്താവ് ലോകസ്ഥാപനത്തെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കരുതിയിരുന്ന ദൈവരാജ്യം എന്ന് പറയുമ്പോൾ, ലോകസ്ഥാപനത്തെങ്കിൽ എങ്ങനെയായിരുന്നോ ആ ഭൂമി ആയിരുന്നത് അതുപോലൊരു അനുഭവത്തിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കുന്ന ഒരു ജീവിത നിലവാരത്തിലേക്ക് ദൈവം കൊണ്ടിരിക്കുകയാണെന്നാൽ, ലോകാരംഭത്തിൽ മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ട് അവൻ സാത്താന് അടിമയായി പോയെങ്കിൽ എന്നും പൈശാചിക അടിമത്തത്തിൽ കടക്കാനല്ല ദൈവം ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ലോക അവസാനത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് സാത്താനെ പരാജയപ്പെടുത്തി അവനിൽ നിന്ന് മനുഷ്യവംശത്തെ രക്ഷിക്കുന്ന ലോക രാജ്യം അഥവാ ദൈവരാജ്യമാക്കി മാറ്റി. ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ കിടന്നിരുന്ന ലോകത്തെ ദൈവം പിടിച്ചുപറിച്ചു, അഥവാ പങ്കുവെച്ചു. അവരാലോചന തകർത്ത് ദൈവം തൻ്റെ രാജ്യം തൻ്റെ രക്തത്താൽ പുതിയ നിയമത്താൽ ദൈവരാജ്യം സ്ഥാപിതമാക്കി. ആ ദൈവരാജ്യം അക്ഷരികമായി സ്ഥാപിതമാക്കിയ ദൈവരാജ്യവും പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിതമായ ദൈവസഭയും, അത് രണ്ടും സമാന്തരമായിട്ട് ഒരുപോലെ വളർന്നു വരികയും ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ആ അളവിലേക്ക് അത് എത്തിച്ചേരുന്നതാണ് ലോകാവസാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ലോകാവസാനം ഒരു ട്രാജഡിയായി, ഒരു ഭയാനകതയായി എന്തെല്ലാമോ സംഭവിച്ച് തീരുന്നതിനെ കുറിച്ചുള്ള ഭീതി പരത്തുന്ന ഒരു കാര്യമല്ല ദൈവമക്കളെ സംബന്ധിച്ച് അവസാനം എന്നുള്ളത്. അതുകൊണ്ട് ലോകാവസാനത്തെ വെച്ച് പഠിക്കുമ്പോൾ ദൈവമക്കളെ സംബന്ധിച്ച് എല്ലാ അവസാനങ്ങളും നല്ലതാണ്. നമ്മൾ ഈ ഭൂമി ജീവിച്ച് നമ്മൾ അവസാനിക്കുന്നതും നല്ലതാണ്. അതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് ദൈവമക്കൾക്ക് ഭയമില്ലാത്തത്. ജനദിവസത്തേക്കാൾ മരണദിവസം ഉത്തമമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത്, ദൈവമക്കളെ സംബന്ധിച്ച് ക്രിസ്തുവിൽ ആരംഭം ഇട്ടിട്ടുണ്ടെങ്കിൽ അവസാനം എല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ ക്രിസ്തുവിൽ ആരംഭം ഇട്ടില്ലെങ്കിൽ, വചനത്തിൽ അല്ല ജീവിതമെങ്കിൽ, ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് വരെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം ഇട്ടിട്ടില്ലെങ്കിൽ അവസാനം എല്ലാം നാശത്തിലേക്കാണ്. അതുകൊണ്ട് ദൈവമക്കളെ സംബന്ധിച്ച് അവസാനമെല്ലാം അനുഗ്രഹത്തിലേക്കാണെങ്കിൽ, ലോകത്തിൻ്റെ പിശാചിൻ്റെ സന്തതികളായിത്തീരുന്നവർക്ക്, അതിൽ ജീവിക്കുന്നവർക്ക് ഒരു നാശമാണ് എന്നുള്ളതും മറന്നു കളയരുത്. അപ്പോൾ അതിനൊക്കെ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്, എങ്ങനെ അവസാനിക്കുന്നു, എന്തായിത്തീരുന്നു, ആരൊക്കെയാണ് ഇതിനോട് അനുബന്ധമായിട്ട് ഈ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സുദീർഘമായ പഠനമാണ് കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയും ലോകാവസാനവും എന്നുള്ള ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ഇതുവരെ ചിന്തിച്ചത്. അപ്പം അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണെന്നും, കല്യാണ നാൾ കഴിഞ്ഞിട്ട് മനുഷ്യത്വം വെളിപ്പെടുന്ന നാളിനോടുള്ള ബന്ധത്തിൽ മനുഷ്യത്വം വെളിപ്പെടുന്നതിനെക്കുറിച്ചും, അന്ന് നടക്കുന്ന കൊയ്ത്ത്, അതിനോട് അന്ന് വൃതന്മാരെ ചേർത്തെടുക്കുമെന്നും, അതിനകത്ത് 2 കൂട്ടരുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയാമായിരുന്നു. അതിനുശേഷമായി ഇവിടെ നടക്കാൻ പോകുന്നത് ഹർമ്മഗദോൻ യുദ്ധമാണ്. അപ്പോൾ ഹർമ്മഗദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ അന്ന് മനുഷ്യൻ നിന്ന് ഒഴുകുന്ന രക്തപ്പുഴ കൊണ്ട് ഇളകി നിൽക്കുന്ന മലകൾ ഒഴുകിപ്പോകുന്ന വലിയ രക്തച്ചൊരിച്ചിൽ ഭൂമിയിൽ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. തുടർന്ന് സാത്താനെ ബന്ധിച്ച് നരകാഗ്നിയിൽ ആക്കുന്നതിനെക്കുറിച്ച് സാത്താനെ ബന്ധിച്ച് അവനെ 1000 ആണ്ടിലേക്ക് ചങ്ങലക്കിടുകയും എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നതിനെക്കുറിച്ചും കല്യാണ സദ്യയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. കല്യാണ സദ്യയിൽ
അന്ന് വൃതന്മാരായവർ ചേർക്കപ്പെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെടുമ്പോൾ, രണ്ടാമത് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള ചോദ്യപ്രകാരം വിളിക്കപ്പെട്ടവർ അനേകരായിരുന്നു. എന്നാൽ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ടാണ് കണ്ടവരായിട്ടുള്ള എല്ലാവരെയും കല്യാണ സദ്യയിൽ കയറ്റി വാതിലടയ്ക്കുന്നത്. കല്യാണ സദ്യ നടക്കുന്നതിന് മുമ്പായി രാജാവ് അകത്ത് വന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനെ വൃദ്ധന്മാരെല്ലാം കൂടി സ്വീകരിച്ച് കല്യാണ സദ്യ അടക്കുന്ന ആ രഹസ്യ അറയിലേക്ക് പ്രവേശിക്കുകയും അവിടെ എത്തിയ ശേഷമായി ആൾക്കാരുടെ എണ്ണം തികയാത്തത് കൊണ്ട് കണ്ടവരായിട്ടുള്ളവരെ കൂട്ടിക്കൊണ്ടുവരാൻ ദൂതന്മാരെ അയക്കി അവർ കണ്ടവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കർത്താവ് തന്നെ സുവിശേഷത്തിന്റെ വാതിൽ അടയ്ക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള വഴികൾ അടയപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ വഴി അടയപ്പെട്ടു. സുവിശേഷം ആരംഭിച്ച ദൈവം തന്നെ അടച്ചു. അവിടുന്ന് കർത്താവ് അവനോട് കൂടെ വന്ന സൈന്യവും സിയോൻ പർവ്വതത്തിൽ ഹർമോദൻ യുദ്ധത്തിനായി പ്രത്യക്ഷപ്പെടുകയും ആ യുദ്ധത്തോടനുബന്ധമായി നടക്കുന്ന വലിയ ഭയാനകമായിരിക്കുന്ന യുദ്ധമായിരിക്കും. അന്ന് പ്രാചീനമായിരിക്കുന്ന ആയുധങ്ങളാണ് അവിടെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് നമ്മളത് തെളിവ് സഹിതം നമ്മൾ ചിന്തിച്ചിരുന്നു. ഇന്ന് കാണുന്ന പോലുള്ള മിസൈലുകളോ ന്യൂക്ലിയർ വെപ്പൺസോ ഒന്നും ആയിരിക്കില്ല അന്ന് ഉപയോഗിക്കുന്നത്. സമുദ്രമാർഗത്തിലുള്ള കപ്പലുകൾ ഓടത്തില്ല. ഇന്ന് ആകാശശക്തി അഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അന്ന് ഭൂതാത്മാക്കളുടെ ശൃംഖലയാകുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരിക്കും നിലനിൽക്കുന്നത്. അന്ന് മനുഷ്യൻ ഈ പറയുന്ന മന്ത്രവാദ കുതന്ത്രങ്ങളിൽ അവര് പെട്ടവരായിരിക്കും, ദുർബോധങ്ങളെ സേവിക്കുന്നവരായിരിക്കും, ആരാധിക്കുന്നവരായിരിക്കും. അന്ന് പ്രാചീനമായിരിക്കുന്ന യുദ്ധതന്ത്രങ്ങളായിരിക്കും. കുതിരയും കുതിരപ്പുറത്തിരിക്കുന്നവരും പരിചയും കോലും വടിയും ഒക്കെ പിടിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങളാണ് അവസാനം നടക്കുന്നത് എന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചിരുന്നു. അതിനൊക്കെ തെളിവുകൾ നേരത്തെയാണ് പഠിച്ചത്. എന്നാൽ ആ യുദ്ധമെല്ലാം നടക്കുമ്പോൾ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ കഠിനമായിരിക്കുന്ന വാളുകൊണ്ട് അനേകർ ഛേദിക്കപ്പെടുന്നതുകൊണ്ട് അവരുടെ രക്തമൊഴുകി മലകൾ ഒഴുകിപ്പോകും എന്നുള്ളതിനെക്കുറിച്ചും ഹർമോദൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. ഇതേക്കുറിച്ച് യഹോവയെ അള്ളിച്ചെയ്ത ദിവസമെന്നും കാട്ടുമൃഗങ്ങൾക്കും പക്ഷികൾക്കും മൃഷ്ടാന്റെ ഭോജനം ഒരുക്കുന്ന ഒരു യാഗസദ്യയാണ് അന്ന് അത്താഴമാണ് ദൈവം ഒരുക്കുന്നതെന്നും നമ്മൾ ചിന്തിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് കല്യാണ സദ്യ ഒരു അത്താഴമായിട്ട് ഈ കല്യാണ വിരുദ്ധശാല നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇത് നടക്കുന്നതിന് മുമ്പായി ആദ്യമായി അഗ്നിനരകത്തിലേക്ക് തള്ളപ്പെടുന്നത് എതിർക്രിസ്തുവും കള്ളപ്രവാചകനുമാണ്. അവരെയാണ് ആദ്യമായി പിടിച്ചുകെട്ടി ജീവനോടെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നത്. നിത്യ നരകാഗ്നി അത് ഉണ്ടായത് ഇന്നുണ്ടായതല്ല. അത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒന്നാമത്തെ ആകാശം സൃഷ്ടിക്കപ്പോൾ തന്നെ ഈ പറയുന്ന നിത്യ നരകാഗ്നിയും ദൈവം സൃഷ്ടിച്ചിരുന്നു. കാരണം പാപം ചെയ്തു കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയിൽ ഇടുമെന്നുള്ളത് ഒന്നാമത്തെ സൃഷ്ടിയോട് അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് കർത്താവിന്റെ ഇടയിലാണ് ദൈവം ഒന്നാമത്തെ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ആകാശത്തിനും അതിന് ശേഷമായി സൃഷ്ടിക്കപ്പെട്ട അഗ്നിനരകത്തിനും ഇടയിലാണ് ഒന്നാമത്തെ ഭൂമി സൃഷ്ടിക്കപ്പെട്ടത്. അഗ്നിനരകം ഒരിക്കലും ഒന്നാമത്തെ ഭൂമിയുടെ ഭാഗമല്ല. കാരണം ആകാശവും ഭൂമിയും കത്തി അഴിയുമ്പോഴും അഗ്നിനരകം കത്തി അഴിയത്തില്ല. അതുകൊണ്ട് ആർക്കും ഈ ഭൂമി തുറന്നു ചെന്ന് അഗ്നിനരകം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചിലരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ഭൂമിയുടെ അന്തർഭാഗം ഒരുകി തിളച്ചു മറിയുന്നത് കൊണ്ട് അതാണ് അഗ്നിനരകമെന്ന് ധരിച്ചു വയ്ക്കുന്നവരുണ്ട്. എന്നാൽ അതല്ല അഗ്നിനരകം. അങ്ങനെയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ലേഖനങ്ങളോ പഠിപ്പിക്കലോ ഉണ്ടെങ്കിൽ അതെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ കാണുന്ന ആകാശഭൂമിയും ഒഴിഞ്ഞു പോകും, കത്തി അഴിയപ്പെടും. അപ്പം അങ്ങനെയാണെങ്കിൽ അന്ന് ഈ ഭൂമിക്കുള്ളിലാണ് ഈ പറയുന്ന അഗ്നിനരകം, അത് കത്തി അഴിയപ്പെടും. അതുകൊണ്ട് അങ്ങനെയല്ല. അപ്പോൾ അഗ്നിനരകം ഉണ്ടാക്കിയത് ഒന്നാമത്തെ ആകാശത്തിലെ സൃഷ്ടികളോട്, അത് സൃഷ്ടിയോടൊപ്പം തന്നെ അഗ്നിനരകം ഉണ്ടാക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിന്റെ മധ്യത്തിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ആദ്യമായി അഗ്നിനരകത്തിലേക്ക് തള്ളപ്പെട്ടു പോകുന്നത് ദൂതന്മാരല്ല, സാത്താനല്ല, മനുഷ്യരിൽ സാത്താൻ പൈശാചിക ത്രിമൂർത്തികളിലെ 2ഉം 3ഉം ആയിരിക്കുന്ന എതിർക്രിസ്തുവും കള്ളപ്രവാചകനുമാകുന്നു. അതിനുശേഷമായിട്ടാണ് കല്യാണ വിരുന്നുശാലയിൽ നിന്ന് കർത്താവ്
പ്രവേശിക്കുമ്പോൾ അതിൽ കല്യാണ വസ്ത്രം ധരിക്കാതെ മടി കാണിച്ച് നിൽക്കുന്ന അശുദ്ധന്മാരും അതുപോലെ തന്നെ മടിയന്മാരായിരിക്കുന്ന ദാസന്മാരുടെ ബന്ധത്തിൽ വന്ന് ചേർക്കപ്പെടുന്നവരുമുണ്ട്. അപ്പോൾ ഇവർക്ക് സാഹചര്യം ലഭിച്ചിട്ടും തക്കത്തിൽ അത് സമയം ഉപയോഗിക്കാതെ അലസരും മടിയരുമായി വിശുദ്ധിയില്ലാതെ തന്നിഷ്ടത്തിൽ നിൽക്കുന്നവരെ ദൈവം നിത്യനരകാഗ്നിയിലേക്ക് അവരെയും തള്ളിക്കളയുന്നു. അതിനുശേഷം ആണ് ഈ പറയുന്ന ദൂതന്മാരെ അയക്കുന്നത്. അതിനു മുമ്പ് നമുക്കറിയാം ഹർമോദ യുദ്ധത്തിനോടനുബന്ധമായി നടക്കുന്നതാണ്. ഏതോം എന്ന മുന്തിരിക്കൊല അറുത്ത് ആ വംശത്തെ നശിപ്പിച്ച് കളയുന്നത്, ദൈവം ക്രൂദ്ധിച്ചിരിക്കുന്ന ജാതിയെ ദൈവം ഇല്ലാതാക്കി കളയുന്നത്. അതിനുശേഷമാണ് കല്യാണ വിരുന്നുശാലയിൽ കല്യാണ സദ്യ നടക്കുന്നത്. അതിനോടനുബന്ധമായിട്ടാണ് ഭൂമിയിൽ ഉള്ള സകല ജാതികളെയും മഹത്വ സിംഹാസനം ഇടുന്നതിന് മുമ്പാകെ ദൂതന്മാർ കൂട്ടിച്ചേർക്കുന്നത്. അവര് സാധാരണ മനുഷ്യരാണ്. അവരെയാണ് കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ഇടത്തും വലത്തുമായി വേർതിരിച്ച് നിർത്തുന്നത്. വലത്തുള്ളവരെ ചെമ്പരിയാടുള്ള ബന്ധത്തിൽ നീതിമാന്മാരും ഇടത്തുള്ളവര് ശപിക്കപ്പെട്ടവരായിരിക്കുന്ന അനീതി പ്രവർത്തിക്കുന്നവരുമാണ്. അവരെ അനീതിയും നീതിയും തമ്മിൽ വേർതിരിക്കുന്നത് അന്ന് വലിയ കഷ്ടതയുടെ സമയത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന സുവിശേഷത്തിൻ്റെ വൃതന്മാരായിട്ടുള്ളവരെയും അതുപോലെ തന്നെ ഇസ്രായേലിലുള്ളവരെയും പീഡ അനുഭവിക്കുന്ന സമയത്ത് അവരെ പീഡിപ്പിക്കുമ്പോൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ആഹാരവും വെള്ളവും അവർക്ക് സംരക്ഷണവും അവർക്ക് ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തികൾ അന്ന് ചെയ്യുന്നത് വലിയ കാര്യമാണ്. എല്ലാവരും എതിർത്ത് നിൽക്കുമ്പോൾ മറ്റുള്ളവര് എതിർക്കുമ്പോൾ കൊല്ലും ഇതിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഇത്രയും സംഭവങ്ങൾ നമ്മൾ മനസ്സിലാകുമ്പോൾ ഈ പറയുന്ന മഹത്വ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുന്നവര് സാധാരണ മനുഷ്യരാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവരെ ദൂതന്മാർ കൂട്ടിച്ചേർക്കുന്നതാണ്. അവരെ ദൈവം കാഹളം കൊണ്ടല്ല കൂട്ടിച്ചേർക്കുന്നത്, ഒരുമിച്ച് കൂട്ടുകയാണ്. എന്നാൽ വൃതന്മാരെ ചേർക്കുന്നത് ദൈവം വചനമാകുന്ന അരിവാളയച്ച് വേർതിരിച്ച് നിർത്തുന്നവരെ കാഹളധ്വനിയോടുകൂടി കർത്താവ് കൂട്ടിച്ചേർക്കും. കോങ്കത്തി ഉപയോഗിച്ച് മുന്തിരിക്കല് അടക്കുന്ന സമയത്ത് കാഹളം ഉപയോഗിക്കുന്നില്ല. കാരണം അവരെ മുഴുവനും ശബ്ദാത്മകമായ ജാതിയെ മുഴുവനും ഒന്നിച്ച് ദൈവരെ മുന്തിരിച്ചക്കിലിട്ട് ചവിട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവസാനമായി കായ്ക്കനി പെരുന്നാളിൻ്റെ അവസാനം നടക്കുന്ന കൊയ്ത്താണ് ഈ ഇടത്തും വലത്തുമായി നിർത്തുന്ന നീതിവന്മാരെയും അനീതി ചെയ്തവരെയും നിർത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ വിതച്ച വിത്തിനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന രണ്ട് പെരുന്നാളാണ് ഉള്ളത്. അത് ഭൂമിയോടുള്ള ബന്ധത്തിൽ വിതച്ച വിത്തിനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന രണ്ട് പെരുന്നാളുകളാണ് യഹൂദന്മാർക്ക് പറഞ്ഞിരിക്കുന്നത്. കൊയ്ത്ത് പെരുന്നാളും കായ്ക്കിനി പെരുന്നാളുമാണ്. എന്നാൽ ആദ്യത്തെ കറ്റയാകുന്ന അത് ഭൂമിയിൽ വിതച്ചതല്ല, സ്വർഗാസ്വർഗത്തിൽ നിന്ന് വന്ന കർത്താവാണ്. അത് ലേവ്യപുസ്തകം 23-10 പറഞ്ഞിരിക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ് ആണ്. ആദ്യത്തെ കറ്റയാണ്. അത് യേശു ക്രിസ്തുവാണ്. അവനാണ് പുനരുത്ഥാനത്തിൽ ആദ്യത്തെ ആദിനായി ദൈവത്തിൻ്റെ ഭാഗത്തെത്തിയതിനു ശേഷം നടക്കുന്ന ഭൂമിയിൽ വിതച്ച വിളവിനോട് ബന്ധത്തിൽ നടക്കുന്ന പെരുന്നാളുകളാണ് കായ്ക്കിനി പെരുന്നാളെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വയലിൽ വിതച്ച വിതയുടെ ആദ്യ ഫലമായെടുക്കുന്ന കൊയ്ത്ത് പെരുന്നാളും ആണ്ടിറുതിയിൽ വയലിൽ നിന്ന് എന്ന വിളവിൻ്റെ വേലയുടെ ഫലം തീരുമ്പോൾ കായ്ക്കിനി പെരുന്നാളും ആചരിക്കണം. അപ്പോൾ ഈ കൊയ്ത്ത് പെരുന്നാളും കായ്ക്കിനി പെരുന്നാളുമുണ്ട്. കൊയ്ത്ത് പെരുന്നാളുടെ ബന്ധത്തിൽ അത് സ്വർഗീയ തേജസ് പ്രാപിക്കുന്നതിനുള്ള ബന്ധത്തിൽ നടക്കുന്ന പെരുന്നാളാണ്. യഹൂദന്മാര് കൊയ്ത്ത് പെരുന്നാളുടെ ബന്ധത്തിൽ പെന്തക്കോസ്തിനോടുള്ള ബന്ധത്തിൽ നടക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ ബന്ധത്തിൽ നടക്കുന്നത് ആദ്യത്തെ കറ്റയാണ്. അത് ലേവ്യപുസ്തകം 23-10 ബന്ധത്തിലാണ്. ആദ്യ വിളവ് അതിനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന കൊയ്ത്ത് പെരുന്നാളാണ്. പെന്തക്കോസ്ത് നാളിനോടുള്ള ബന്ധത്തിലാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് സ്വർഗീയ മന്ദിരത്തോടും നഗരത്തോടും മതിലിനോടും ഗോപുരങ്ങളോടും തരാനുള്ളവരെ ചേർത്തെടുക്കുന്നതാണ് കൊയ്ത്ത് പെരുന്നാൾ. അവസാനമായി മനുഷ്യപുത്രൻ വെളിപ്പെടുന്നാൾ നടക്കുന്ന പെരുന്നാള് കായ്ക്കിനി പെരുന്നാൾ നടക്കുന്ന ആണ്ടിറുതിയിലെ വയലിൽ നിന്ന് വേലയുടെ ഫലം ശേഖരിച്ചു കഴിയുമ്പോൾ നടക്കുന്ന പെരുന്നാൾ കായ്ക്കിനി പെരുന്നാളാണ്. ഇത് കായ്ക്കിനി പെരുന്നാളുടെ അനുബന്ധമായി നടക്കുന്നത് കൂടാര പെരുന്നാളാകുന്നു.
കൂടാര പെരുന്നാളാണ്. അപ്പോൾ ഈ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പായി വയലിൽ വിതച്ച സകല വിളവിൻ്റെയും ഫലം ചേർത്തെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിച്ചത്. വ്രതന്മാരെ ചേർക്കുന്നത്, മുന്തിരിക്കുല അറുത്തെടുക്കുന്നത്, നീതിവാന്മാരെ ദുഷ്ടന്മാരെന്ന് വേർതിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ ഇവരെ അവിടെ നിർത്തുമ്പോൾ ഇവരെ ന്യായം വിധിക്കുന്നത് കർത്താവിനോട് കൂടെ അധികാരം ലഭിച്ച, ന്യായാസനത്തിലിരിക്കാൻ അധികാരം ലഭിച്ച മണവാട്ടി സഭയോട് കൂടിയാണ് ഇവരെ ന്യായം വിധിക്കുന്നത് എന്നുള്ളത് നമ്മൾ ദൈവത്തിൽ മനസ്സിലാക്കിയിരുന്നു. ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുന്നത് കർത്താവിൻ്റെ 12 ശിഷ്യന്മാരാകുമ്പോൾ ഈ ജാതികളായിട്ടുള്ളവർ ലോകത്തെ ന്യായം വിധിക്കാനുള്ള അധികാരം ദൈവസഭയുടെ ജാതികൾ എന്ന് വേർതിരിക്കപ്പെടും നമുക്ക് ലഭിക്കുന്ന അധികാരമാണ്. അപ്പോൾ അന്ന് ലോകത്തെ ന്യായം വിധിക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. അതിൻ്റെ അകത്തും ന്യായം വിധിക്കുന്നത്, ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുന്നത് അനീതി ചെയ്തവരുടെ ബന്ധത്തിൽ എടുത്തു നിൽക്കുന്നവരെയാണ് അന്ന് ന്യായം വിധിക്കുന്നത്, 12 ശിഷ്യന്മാർ. എന്നാൽ സർവ ജാതികളായിട്ടുള്ളവരെ മുഴുവനും ന്യായം വിധിക്കാനുള്ള അധികാരം ജാതികളും ചേർക്കപ്പെടും ദൈവസഭയ്ക്കാണുള്ളത്. അപ്പോൾ ദൂതന്മാരെ ന്യായം വിധിക്കുന്നത് ഒടുക്കത്തെ നാളിലാണ്. 1000 ആണ്ട് കഴിഞ്ഞിട്ടേ പിന്നീട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം ഉണ്ടാകുന്നുള്ളൂ. അതിനു മുമ്പായി 1000 ആണ്ട് വാഴ്ച ഇവിടെ ഭൂമിയിൽ നടക്കുന്നു എന്ന ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അത് ഒന്നുകൂടിയൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ചിന്തിച്ചാൽ മതി എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയെടുക്കാമെങ്കിൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് സംബന്ധമായിട്ടുള്ള സംശയം ഇല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ അധ്യായത്തിൻ്റെ പഠന പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. ഇവിടെ കർത്താവ് ഇനി ആർക്കും അത് സംശയം ഇല്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം ഈ വലത്തുഭാഗത്ത് അവർ പുനരുത്ഥാനം പ്രാപിച്ചോട്ടല്ല, അവർ നീതിമാന്മാരായ ദൈവം അംഗീകരിക്കുന്നവരാണ്. ഇതിനകത്ത് ആരൊക്കെയാണ് ഈ പറയുന്ന 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നോക്കുമ്പോൾ കർത്താവിനോടുകൂടി വരുന്നവർ സ്വർഗീയദേശത്തുള്ളവരാണ്. അവർ മേഘത്താൽ ആവരണം ചെയ്യപ്പെടും. അത് എപ്പോഴും അവർ മൂടപ്പെട്ടവരായിരിക്കും. കാരണം പാപവും മരണവും മാറാത്ത ലോകത്തിൽ ദൈവത്തിൻ്റെ മുഴുവൻ വെളിപ്പെടാൻ കഴിയത്തില്ല. അപ്പോൾ അവർക്ക് പ്രത്യേക ഒരു മേഘത്തിൻ്റെ ഇതിലായിരിക്കും കർത്താവും അവനോട് കൂടെ വന്ന് സ്വർഗീയദേശം പ്രാപിക്കുന്നവരും അവർ സഞ്ചരിക്കുന്നത്. അപ്പോൾ വൃതന്മാരായി ചേർക്കുന്നവർക്കുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുന്നത്, അന്ന് പട്ടണങ്ങളെ അധികാരം നടത്തുന്നത് ഈ വൃതന്മാരായി കഷ്ടം സഹിച്ച് നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. അന്ന് അപൂർവഭാഗ്യമായി ലഭിക്കുന്ന സ്നേഹിത പദവിയിൽ പ്രവേശിക്കപ്പെടുന്നവർക്ക് ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കാനുള്ള അവകാശമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം, സ്ഥാനം മനസ്സിലാക്കണം. മണവാട്ടി സഭ കർത്താവിനോട് കൂടെ ഒന്നായിരിക്കും. അവനോട് കൂടെ നടക്കേണ്ടുന്ന തോഴിമാരാകുന്ന കന്യകമാരോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ അത് ദാസൻ പദവിയിലുള്ളവരാണ്. അവനോട് കൂടെ നടക്കുന്ന മുമ്പ് നടക്കുന്ന സംഗീതക്കാരും പിമ്പ് നടക്കുന്ന വീണക്കാരും തപ്പ് കൂട്ടുന്ന കന്യകമാരുടെ ബന്ധത്തിൽ നമുക്ക് സ്വർഗത്തിൽ നിന്ന് വരുന്നവരെ കാണാം. യേശുക്രിസ്തുവും മണവാട്ടി സഭയും ഈ പറയുന്ന മധ്യഭാഗത്തുണ്ടായിരിക്കും. ഇതാണ് സ്വർഗത്തിൽ നിന്ന് വരുന്നവർ 1000 ആണ്ട് വാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ചേർക്കപ്പെടുന്നവരിൽ വൃതന്മാരായിട്ടുള്ളവരുണ്ട്. അവരാണ് അന്ന് പട്ടണങ്ങളെ ഭരിക്കാൻ അവർക്ക് രാജ്യങ്ങളെ വിഭജിച്ചു കൊടുക്കും, പട്ടണങ്ങളെ വിഭജിച്ചു കൊടുക്കും. അത്രമാത്രം വൃതന്മാർ അവിടെ ചേർക്കപ്പെടും. സകല ജാതികളും ചേർക്കപ്പെടുന്ന വൃതന്മാരുണ്ട്. അപ്പോൾ ആരെല്ലാം എവിടെയെല്ലാമാണോ അന്ന് കഷ്ടം സഹിച്ചു നിന്നത്, അന്ന് അവരെയൊക്കെ അവിടെ അതിൻ്റെ അധിപന്മാരാക്കി ദൈവം വയ്ക്കും. അവരായിരിക്കും ഭരിക്കുന്നത്. ഭരണത്തിന് വേണ്ടിയാണല്ലോ യുദ്ധം നടക്കുന്നത്. ഏതൊക്കെ സമയത്ത് അവിടുത്തെ ഭരണം യെരൂശലേം പിടിച്ചെടുക്കുക, ലോകഭരണം അവൻ്റെ കൈക്കീഴിൽ എന്നേക്കുവാൻ നിലനിർത്തുക എന്നുള്ള തന്ത്രപരമായിരിക്കുന്ന യുദ്ധമാണ് ഹർമോദ യുദ്ധം. അന്നും ദൈവത്തിൻ്റെ ഭരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരെയാണ് ദൈവം പട്ടണങ്ങളുടെ അധികാരം ഏൽപ്പിക്കുന്നത്. അതൊരിക്കലും മണവാട്ടി സഭയോ വിശുദ്ധന്മാരായിരിക്കുന്ന ദൈവദേശരാഴ്ചക്കോ ഉള്ള പദവിയല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. നിങ്ങൾ ആരെങ്കിലും പട്ടണം ഭരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കരുത്. അത് അന്നത്തെ ഉള്ളവർക്ക് കൊടുത്തേക്കുക. അവരാണത് അതിന് യോഗ്യരായിട്ടുള്ളവർ. നമുക്കതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ പദവി അധികം തന്നിരിക്കുന്നത്. മണവാട്ടിയാണെങ്കിൽ അവനോടുകൂടെ ആ സ്വർഗീയ പദവിയിൽ അവനോടുകൂടി എവിടെയും നമുക്കിരിക്കാനും സിംഹാസനിപ്പാനുള്ള അധികാരമുണ്ട്. അതോ ഏതെങ്കിലും 10 പട്ടണത്തിൻ്റെ അധിപനായിട്ടിരുന്ന് പട്ടണം ഭരിക്കാനാണോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അതിപ്പോഴൊന്നും മരിച്ചാൽ കിട്ടത്തുമില്ല. അന്ന് ആ സമയത്ത് കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള സാഹചര്യം എന്ന ഈ വചനം കേൾക്കുന്നവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം അതിന് മുമ്പായിട്ടൊക്കെ ഒരുപക്ഷെ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. അപ്പം ഞാൻ പറഞ്ഞത് അതിനുവേണ്ടിയല്ല ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. അത് അവർ ഭരിക്കട്ടെ, വൃതന്മാരായിട്ടുള്ളവർക്ക് ലഭിക്കുന്നതാണ്. സ്നേഹിത പദവിയിലുള്ളവർക്ക് ലഭിക്കുന്നത്, അവർക്ക് ലഭിക്കുന്ന പദവി അത് കല്യാണ സദ്യയിലും ദൈവരായത്തിലും പന്തിയിലിരിക്കാനുള്ള ഭാഗ്യമുണ്ട്. ദൈവം എത്ര വ്യക്തമായിട്ടാണ് ഓരോ പദവിയും നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു ഇതുമില്ല, ഒരു ഏറ്റക്കുറച്ചിലോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടാകത്തില്ല. ഓരോരുത്തർ അനുഭവിക്കുന്ന അതിൻ്റെ കഷ്ടതയ്ക്കനുസരിച്ചുള്ള പ്രതിഫലം ദൈവം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചു തന്നാൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ. ഒരുപക്ഷെ ഇവിടെ നമ്മൾ പലർക്ക് വേണ്ടി കഷ്ടം സഹിച്ച് നമ്മൾ എന്തെല്ലാം ചെയ്താൽ അവർ എല്ലാവരും മറന്നുപോകും. ഒരുപക്ഷെ നമ്മൾ ഓർക്കത്തില്ല. എന്നാൽ ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നും ദൈവം മറന്നു കളയത്തില്ല. ദൈവം അതിൻ്റെ സമയത്ത് അത് ഓർക്കും. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി കർത്താവിനോട് കൂടെ വരുന്ന സകല വിശുദ്ധന്മാരും ഉണ്ടായിരിക്കും. ഭൂമിയിൽ നിന്ന് വ്രതന്മാരായി ചേർക്കപ്പെടുന്നവരായിരിക്കും പട്ടണത്തിന് അധിപന്മാരായിട്ട് ദൈവം അവരെ ആക്കുന്നത്. അതിൽ യഹൂദന്മാരോടുള്ള ബന്ധത്തിലുള്ളവരുണ്ട്, അതുപോലെ ജാതികളോടുള്ള ബന്ധത്തിൽ ചേർക്കപ്പെടുന്നവരായിട്ടുള്ളവരുമുണ്ട്. അപ്പം അവർക്കാണ് ആ പട്ടണത്തിന് അവരെയാണ് ഏറ്റവും ചെറിയ സഹോദരനെന്നും ഏറ്റവും ചെറിയവരെന്നും കർത്താവ് അഭിസംബോധന ചെയ്ത് വ്രതന്മാരെ കുറിച്ചാണ്. പിന്നീട് വലത്തുഭാഗത്ത് നിൽക്കുന്ന നീതിമാന്മാരായിട്ടുള്ളവർ ദൈവരായത്തിൽ ജ്യോതിസുകളെ പോലെ എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ പ്രകാശിക്കും എന്ന് പറഞ്ഞ് അവരെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ജനതയാണ്, പ്രജകളാകുന്നു. 1000 ആണ്ട് വാഴ്ചയിലെ പ്രജകളാണ് നീതിമാന്മാരായി വലത്ത് ഭാഗത്ത് നിന്ന് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നവർ. ഇടത്തുള്ളവരെ ശപിക്കപ്പെട്ടവരായി ജീവനോടെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുകയാണ്. 3 സന്ദർഭങ്ങളിലാണെന്ന് നിത്യ നരകാഗ്നിയിലേക്ക് ജീവനോടിരിക്കുന്നവരെ തള്ളിക്കളയുന്നത്. പ്രാരംഭ സംഭവം ഖർമോദം യുദ്ധത്തിൽ നടക്കുന്ന, അതിൻ്റെ അന്ത്യത്തോടെ നടക്കുന്ന ആ സമയത്ത് നിഷ്ഫലരായിത്തീരുന്ന എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ദൂതന്മാർ നിത്യനരകാഗ്നിയിലേക്ക് എറിഞ്ഞു കളയും. അതോടുകൂടിയാണ് നിത്യനരകാഗ്നിയിലേക്ക് ആദ്യ ഇരകൾ വീഴുന്നത്. അന്ന് നിഷ്ഫലനായിത്തീരുന്ന സാത്താനെ പിടിച്ചുകെട്ടി അഗാധത്തിൽ 1000 ആണ്ടേക്ക് അവനെ ചങ്ങലയ്ക്കിടും. കല്യാണ സദ്യയിൽ നിന്ന് ഭാഗ്യം ലഭിച്ചിട്ടും അതിനെ ദുരുപയോഗം ചെയ്ത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയവരെ സ്നേഹിത പദവിയിൽ പ്രവേശിക്കപ്പെട്ടവരാ ദുഷ്ടന്മാരും അടിയന്മാരുമായ അശുദ്ധന്മാരെ ദൈവം നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഏറ്റവും പുറത്തുള്ള വീട്ടിൽ തള്ളിക്കളയുവിനെന്ന് പറഞ്ഞിരിക്കുന്നത് അഗ്നിനരകത്തിട്ട് കളയുന്നതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3ാമത് അന്ന് ജീവനോടെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നത് മഹത്വ സിംഹാസനം മുമ്പാകെ വിധിക്കപ്പെടുകയും ഇടത്ത് നിൽക്കുകയും ചെയ്യപ്പെടുന്നവരാണ് നിത്യ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നത്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്, അവൻ മുറ്റം വെടിപ്പാക്കി, അവൻ ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീരിട്ട് കളയുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന വചനം അതോടുകൂടിയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. യോഹന്നാൻ സ്നാപകൻ യെശയ്യാവിന്റെ അവസാന പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, മനുഷ്യപുത്രൻ്റെ കയ്യിൽ, അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്, അവൻ ഗോതമ്പ് അവൻ മുറ്റും വെടിപ്പാക്കി. മുറ്റും വെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ മൊത്തം അവൻ വെടിപ്പാക്കും. ഈ നമുക്കറിയാമല്ലോ, കൊയ്ത്ത് കഴിയുമ്പോൾ വീശിയെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. കൊയ്ത്തൊക്കെ കണ്ടിട്ടില്ല? കറ്റയെല്ലാം മെതിച്ച് കഴിയുമ്പോഴത്തേനെ വീശി പതിര് വേർതിരിക്കും, ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും. അത് യോഹന്നാൻ വിളിച്ചു പറഞ്ഞ അന്ന് പറഞ്ഞ കാര്യം കർത്താവിൻ്റെ 2ാമത്തെ വരവിലാണ് പൂർത്തീകരിക്കുന്നത്. വചനമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ, അന്ന് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീരുന്നല്ല. അത് അതിൻ്റെ സമയത്ത് പൂർത്തീകരിക്കപ്പെടേണ്ടതാണ്. കർത്താവിൻ്റെ 1ാമത്തെ വരവെങ്കിൽ സംഭവിച്ചില്ല, മധ്യാകാശ പ്രത്യക്ഷയിൽ സംഭവിക്കത്തില്ല. എന്നാൽ അത് സംഭവിക്കുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവിലാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ആ വചനം പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമുക്കറിയാം. അത് നമ്മളിതിനു മുമ്പ് കേട്ടിട്ട്, പക്ഷേ ആ പ്രവചനമൊക്കെ നിവൃത്തീകരിക്കപ്പെടുന്നത് അതിൻ്റെ സമയത്താണ്. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി, ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ
കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഇത് ഒടുക്കത്തെ നാൾ നടക്കുന്ന സംഭവമല്ല. ഇത് നടക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. അവൻ വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പൊരിയിൽ കൂട്ടിവെക്കുകയും പകർക്കടാത്ത തീയിലിട്ട് ചുട്ടുകളയും. ഇത് വിളവ് ശേഖരിച്ചെടുക്കുക. എന്നാൽ ഒടുക്കത്തെ നാളിൽ അങ്ങനെ ശേഖരിക്കുകയല്ല ചെയ്യുന്നത്. ഒടുക്കത്തെ നാളിൽ മരിച്ചുപോയ സകലരെയും ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജീവനോടിരിക്കുന്നവരെ ശേഖരിക്കുകയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നടക്കുന്നത്. എന്നാൽ ഒടുക്കത്തെ നാളിൽ ജീവനോടിരിക്കുന്ന ആരെയും കൂട്ടിച്ചേർക്കുന്നില്ല, അന്ന് മരിച്ചുപോയ സകലരെയുമാണ് ചേർക്കുന്നത്. ഇതാണ് വ്യത്യാസം. മഹത്വ സിംഹാസനം മുമ്പാകെ മരിച്ചുപോയ ആരെയും കർത്താവ് കൊണ്ടുവരത്തില്ല. അന്ന് ജീവനോടിരിക്കുന്ന പതിരും ഗോതമ്പുമാണ് അവൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നത്. ഗോതമ്പ് കളപ്പലയിലേക്ക് കൂട്ടിവെക്കും, പതിര് കെടാത്ത തീയിട്ട്. ഇത്രയും ഒരു വചനം പറയുമ്പോൾ അതിൻ്റെ അകത്ത് മറിഞ്ഞിരിക്കുന്നത് മനസ്സിലാകണമെങ്കിൽ ഈ പറയുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. ഇത് വായിച്ചിട്ട് വീശുമുറവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പൊലിയിൽ കൂട്ടിവെക്കുകയും പതിൽ കെടാത്ത തീയിൽ ഇട്ടുകളയും ചെയ്യുമെന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതല്ല. യോഹന്നാൻ സ്നാപകനെ കൊണ്ട് പരിശുദ്ധാത്മാവ് പറയിച്ചതാ. കാരണം യേശുക്രിസ്തു ആരാകുന്നു എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നെക്കാൾ ബലവാനാകുന്നു, അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയാവില്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും, വീശുമുറ അവൻ്റെ കയ്യിലുണ്ട്. ഇത് ഈ വചനങ്ങൾ രണ്ടും എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിതേക്കുറിച്ച് ചിന്തിച്ചിരുന്നു. കാരണം പരിശുദ്ധാത്മാവിൽ ദൈവം നമ്മളെ സ്നാനം കഴിപ്പിക്കുന്നത് ദൈവസഭയുള്ള ബന്ധത്തിലാണ്. തീ കൊണ്ടുള്ള സ്നാനം ഇസ്രായേലാകുന്ന അത്തിയുള്ള ബന്ധത്തിലാണ്. അവർക്കാണ് അഗ്നിസ്നാനം കൊടുക്കുന്നത്. ഗോതമ്പ് കളപ്പൊലിയിൽ കൂട്ടിവെക്കുന്നത് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാൾ നടക്കുന്ന സംഭവമാണ്. ഈ മത്തായി സുവിശേഷം 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും ഉള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് ഇസ്രായേലിൻ്റെ അവസാന പ്രവാചകനായിരിക്കുന്ന പ്രവാചകൻ പ്രവചിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നിർത്തിയിരിക്കുന്നതിൻ്റെ അവസാന സംഭവമാണ് ഈ പറയുന്ന ഗോതമ്പ് കളപ്പൊരിയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാമെങ്കിൽ ബാക്കിയുള്ളത് പിന്നീട് നമുക്കത് ചേർത്ത് പഠിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് ഓരോ വചനത്തിൻ്റെ എവിടെയാണ് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കണക്ഷൻ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗം എവിടെയാണ്, എന്താണതെന്ന് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളത് നമുക്ക് അതിനോട് ചേർത്ത് പഠിക്കാൻ സാധിക്കും. അത് മണിക്കൂറുകളോളം വിഷയം എടുത്ത് വേണം സംസാരിക്കാം, ദിവസങ്ങളോളം വേണേൽ എടുക്കാം, കോൺഫറൻസിൻ്റെ വിഷയമായിട്ട് വേണേൽ പോലും നമുക്ക് എടുക്കാം. ഈ പറയുന്ന യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ 3 സംഭവങ്ങൾ എടുത്ത് പഠിക്കാമെങ്കിൽ കർത്താവ് പരിശുദ്ധാത്മാവോട് നമ്മൾ സ്നാനം കഴിപ്പിക്കുന്നതിനെക്കുറിച്ചും തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നതിനെക്കുറിച്ചും വീശുമുറം കൊണ്ട് വീശുന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ സഭാസ്ഥാപനം മുതൽ അഗ്നിസ്നാനത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുതൽ ലോകാവസാന സംഭവം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചുരുക്കം ചില വാക്കുകൾ കൊണ്ട് പ്രവാചകൻ പ്രവചിച്ചു വച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എവിടെയാണ് നിവൃത്തിയാകുന്നത് എന്നതുകൂടി ഒരു പഠിതാവ് എപ്പോഴും വളരെ ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിൻ്റെ പഠനത്തിൽ ഓരോ വചനവും നിവൃത്തിയാകും. തൻ്റെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം പൂർത്തിയാകുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്നും നിവൃത്തിയിരിക്കാതെ പോകത്തില്ല. അപ്പോൾ ഇത് വായിക്കുമ്പോൾ, ഓരോ പ്രവചനം വായിക്കുമ്പോഴും ഈ വചനം എവിടെയാണ് നിവൃത്തിയാകുന്നത് എന്നുള്ളതും വിശുദ്ധ തിരുവെഴുത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ തേടി അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തീരുന്നത്. ഈ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വിഷയത്തിൻ്റെ പരിസമാപ്തി നമ്മൾ കണ്ടല്ലോ. അതിനെയാണ് ലോകാവസാനത്തിൽ സംഭവിക്കുന്നത്. പ്രവാചകന്മാർ പറഞ്ഞ സകല പെരുന്നാളുകളും സകല കാര്യങ്ങളും അത് പൂർത്തീകരിക്കപ്പെടുവാനുള്ളതാണ്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പം 1000 ആണ്ട് വാഴ്ചയിലേക്ക് കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ അക്ഷരീയമായ രാജ്യം കർത്താവ് ഇവിടെ സ്ഥാപിക്കും. കർത്താവ് രണ്ടാമത് വരുന്നത് എല്ലാം നീക്കിക്കളയും, എല്ലാ അധമം പ്രവർത്തിക്കുകയും നീക്കിയിട്ട് തൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കും. ആ സ്ഥാപനത്തെയാണ് സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ച എന്ന് പറഞ്ഞിരിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള ഭാഗത്തേക്ക് നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന
മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും 7 ഇടിനാത്തിൽ മറിഞ്ഞിരിക്കുന്ന 4-ാമത്തെ ദിവസമാകുന്ന മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന 7 സുപ്രധാന സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. 7 ഇടിനാത്തിൽ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടോ? ഞാൻ വേഗത്തിൽ പറയാം. 7 ദിവസം ഏതൊക്കെയാണെന്ന് വേഗത്തിൽ പറയാം. 1 പ്രതികാര ദിവസം, 2 സേനാ ദിവസം, 3 കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ, 4 മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാൾ. അപ്പോൾ 5-ാമത്തെ ദിവസമാണ് 1000 ആണ്ട് വാഴ്ചയാകുന്ന കൂടാരപ്പെരുന്നാൾ, സഹസ്രാബ്ദ വാഴ്ച. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് അത് നമുക്ക് നിരവധി പ്രവചന ഭാഗങ്ങളിൽ പഴയ നിയമത്തിൽ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് കർത്താവ് വാഴുന്നതിനെ കുറിച്ചുള്ള നിരവധി പ്രവചനങ്ങളുണ്ട്. എന്നാൽ അവിടെയൊന്നും തന്നെ 1000 ആണ്ടാണ് കർത്താവ് വാഴുന്നത് എന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 1000 ആണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. അപ്പം 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നിരവധി പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവിടെയൊന്നും തന്നെ 1000 ആണ്ട് വാഴുന്നു എന്നുള്ളതില്ല. കർത്താവ് വാഴും എന്നുള്ളതിനെ കുറിച്ച് യശയാപ്രവചനത്തിലും സങ്കീർത്തനങ്ങളിലും മറ്റു പ്രവചനങ്ങളൊക്കെ കാണാൻ സാധിക്കും. യശയാപ്രവചനം 32:1 ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും, എത്ര നാളെന്ന് പറഞ്ഞിട്ടില്ല. സഖരിയാ 14 മുമ്പ് യഹോവ സർവ്വഭൂമിക്കും രാജാവാകും, എന്നാൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും. സങ്കീർത്തനത്തിലുണ്ട്. അതുപോലെ വിവിധ ഭാഗങ്ങളിൽ അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധ്യായം 4-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, ഇങ്ങനെ നിരവധി പ്രവചന ഭാഗങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിൽ ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളെ നമ്മൾ ചിന്തിക്കാനായിട്ടാണ് നമ്മൾ രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. അത് 7 ഇടിനാത്തിൽ മറിഞ്ഞിരിക്കുന്ന 5-ാമത്തെ ദിവസമാണ് 1000 ആണ്ട് വാഴ്ചയാകുന്ന സഹസ്രാബ്ദ ദിവസം, സഹസ്രാബ്ദ വാഴ്ച. അപ്പം അതേക്കുറിച്ച് ബൈബിളിൽ വളരെ വ്യക്തമായിട്ടുള്ള നിരവധി വേദപുസ്തക വചന പഠനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ ഇത് 1000 ആണ്ടാണ് എന്നുള്ളത് വെളിപ്പെടുത്തി സംസാരിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലായിരിക്കും. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് 1000 വർഷത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വെളിപ്പാട് പുസ്തകത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന 6 പരാമർശങ്ങളാണ് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് 1000 ആണ്ടിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒന്നാമത് പറഞ്ഞിരിക്കുന്ന 20-ാം അധ്യായം 2-ാം വാക്യത്തിലാണ്. സാത്താൻ തടവറയിലാകുന്നത് 1000 വർഷത്തേക്കാകുന്നു. 20-ാം അധ്യായം 3-ാം വാക്യത്തിൽ 1000 വർഷത്തേക്ക് സാത്താൻ ജാതികളെ വഞ്ചിക്കുകയില്ല. അപ്പോൾ 1000 വർഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 6 പരാമർശങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ഒന്നാമത്തേത് സാത്താൻ തടവറയിലാകുന്നത് 1000 വർഷത്തേക്കാകുന്നു. 20-ാം അധ്യായം 2-ാം വാക്യം. 20-ാം അധ്യായം 3-ാം വാക്യത്തിൽ 1000 വർഷത്തേക്ക് സാത്താൻ ജാതികളെ വഞ്ചിക്കുകയില്ല. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴുന്ന വിശുദ്ധന്മാരിൽ രക്തസാക്ഷി വഴുത്ത 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളിയായ വിശുദ്ധന്മാർ ഉൾപ്പെടുന്നവർ തൈസ് പ്രാപിച്ചതിനെ വ്യക്തമാക്കുന്ന വേണ്ടിയാണ്. അപ്പം 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 1000 ആണ്ട് വാഴുന്നതിനെ കുറിച്ച് വിശുദ്ധന്മാരുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു. 20-ാം അധ്യായം 5-ാം വാക്യത്തിൽ 1-ാമത്തെ പുനരുത്ഥാനത്തിന് ശേഷം ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം നടക്കുന്ന 1000 വർഷം കഴിഞ്ഞിട്ടാകുന്നതാണ്. 20-ാം അധ്യായം 6-ാം വാക്യം 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകുന്നത് ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായിട്ടാണ് 1000 ആണ്ട് ക്രിസ്തുവിനോട് വാഴുന്നത്. 20-7 1000 ആണ്ട് കഴിഞ്ഞിട്ടാണ് സാത്താനെ തടവറയിൽ നിന്ന് അല്പകാലത്തേക്ക് അഴിച്ചുവിടും. അപ്പോൾ 20-ാം അധ്യായത്തിലെ 2 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ 6 പ്രാവശ്യമാണ് 1000 ആണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 20-ാം അധ്യായം നമ്മൾ ഇപ്പോൾ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഈ വചനത്തെ ആധാരമാക്കിയാണ് നാം ചിന്തിക്കുന്നത്. 20-ാം അധ്യായത്തെ ആധാരമാക്കിയാണ് നാം ചിന്തിക്കുന്നത്. 20-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യത്തെക്കുറിച്ചാണ്. എന്നാൽ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 2-ാമത്തെ വാക്യം മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 6 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് 1000 ആണ്ടെന്നാണ്. അതിൻ്റെ ഒന്നാമത്തേത് 20-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. 2-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടു. 1. അപ്പോൾ 2-ാം അധ്യായം 20-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ 1000 ആണ്ടെന്ന് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് 6 സംഭവങ്ങളുടെ ബന്ധത്തിലാണ്.
അപ്പോൾ 1000 ആണ്ടേക്ക് സാത്താൻ ബന്ധിക്കപ്പെട്ടു. ജാതികൾ വഞ്ചിക്കപ്പെടുകയില്ല 1000 ആണ്ട്. അതിന് ജാതികൾ സാത്താനാൽ വഞ്ചിക്കപ്പെടത്തില്ല. അതാണ് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ വഞ്ചിക്കുന്നത് സാത്താനാണ്, വഞ്ചനയുടെ ശക്തിയാണ് ബന്ധിച്ചിട്ടിരിക്കുന്നത്. സാത്താനാൽ ബന്ധിക്കപ്പെടുന്ന 1000 ആണ്ടേക്ക് അവനെ തള്ളിയിട്ട് അടിച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അപ്പോൾ 1000 ആണ്ടേക്കാണ് 1000 ആണ്ടേക്ക് ചങ്ങലക്കിടുന്നത്. 1000 ആണ്ട് സാത്താൻ വഞ്ചിക്കുകയില്ല. പിന്നീട് 1000 ആണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 20-ാം അധ്യായത്തിൻ്റെ പറഞ്ഞിരിക്കുന്ന 20-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ്. 4 വാക്യങ്ങൾ കാണുന്നത്, നെറ്റിയിൽ അതിലെ ആത്മാക്കളെ ഞാൻ കണ്ടു, അവർ ജീവിച്ചു, 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. അപ്പോൾ 1000 ആണ്ട് ക്രിസ്തുവോട് വാണു. 1000 ആണ്ടാണ് വാഴ്ച എന്നുള്ളത് ഈ വചനത്തിൽ നാം വെളിപ്പെടുന്നത്. 1000 ആണ്ടാണ് ക്രിസ്തുവോട് വാഴുന്നത്. മരിച്ചവരിന് ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. അപ്പോൾ അത് 1-ാമത്തെ പുനരുത്ഥാനം പങ്കുള്ളവൻ. അപ്പോൾ 1-ാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞിട്ട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം നടക്കുന്നത് 1000 ആണ്ട് കാഴ്ച കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നു. അവർ ദൈവത്തിന് ക്രിസ്തുവിനും പുരോഹിതനുമായ ക്രിസ്തുവിനോട് 1000 ആണ്ട് വാഴും. 7-ാം വാക്യം 1000 ആണ്ട് കഴിയുമ്പോൾ. അപ്പോൾ 2 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ 6 ഉള്ള വാക്യങ്ങളിൽ 6 പ്രാവശ്യം 1000 ആണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് 1000 ആണ്ടേക്കുള്ള കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഈ 20-ാം അധ്യായത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ വിഷയ സംബന്ധമായ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് 1000 ആണ്ടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 7 വരെയുള്ള അഥവാ 6 വരെയുള്ള വാക്യം കഴിഞ്ഞ് 1000 ആണ്ട് കഴിയുന്ന 1000 ആണ്ട് കഴിയുക എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വഴി. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭം സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം വരെയുള്ള കാര്യങ്ങളെയാണ് ഇവിടെ സംക്ഷിപ്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ആത്മാക്കളെ കണ്ടു എന്നുള്ളത് 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പറഞ്ഞ കാര്യമാണെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് സഹസ്രാബ്ദ വാഴ്ചയുള്ള ബന്ധത്തിൽ നാം തുടർന്ന് വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന 20-ാം അധ്യായം 6-ാം വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം ഇതിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് പൊതുവായിട്ട് വായിക്കുന്നു. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഈ 1000 ആണ്ട് വാഴുന്ന സമയത്ത് സാത്താൻ അവൻ വഞ്ചിക്കുന്ന ശക്തിയായി ഭൂമിയിലില്ല. ഇത് ക്രിസ്തുവും കള്ളപ്രവാചനവില്ല പൈശാചിക മൂർത്തികൾ 3 പേരും, 2 പേരും നിത്യനരകാഗ്നിയിലേക്കും ഒരാൾ അഗാധത്തിൽ അകപ്പെട്ട് ചങ്ങലക്കിടക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ലോകാവസാനം കൊണ്ട് സർവ്വതും തീരുന്നു എന്നുള്ള ചിന്ത അല്ല, പുനരുത്ഥാനമെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ള തെറ്റായ ചിന്തകൾ ആരും വെച്ചുകൊണ്ടിരിക്കരുത്. ലോകാവസാനത്തിൽ നടക്കുന്ന മനുഷ്യത്വം വെളിപ്പെടുന്ന നാൾ നടക്കുന്ന സംഭവത്തിൻ്റെ അകത്ത് പുനരുത്ഥാനം ഒന്നുമില്ല എന്നുള്ളത് ഇതുവരെയുള്ള പഠനത്തിൽ നിന്ന് വളരെ വ്യക്തമാക്കിയതുകൊണ്ട് ലോകാവസാനം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നു, പിന്നീട് പുതിയ യുഗം ആരംഭിക്കുകയാണ് എന്നുള്ള ചിന്ത വെക്കരുത്. ഈ 1000 ആണ്ട് വാഴ്ച എന്നുള്ളത് പുതിയ യുഗമല്ല, അത് ഈ ഭൂമിയിൽ നടക്കുന്ന ദൈവത്തിൻ്റെ അക്ഷരികമായിട്ടുള്ള വാഴ്ചയാണ്. അത് ലോകസ്ഥാപനം മുതൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന, ലോകസ്ഥാപനത്തിൽ എങ്ങനെയായിരുന്നു ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ആരംഭിച്ചത്, അത് അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ്. അതുപോലുള്ളൊരു സംവിധാനമാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് വരുന്നത്. എന്നാലത് ഈ ലോകസ്ഥാപനത്തെങ്കിൽ മനുഷ്യൻ പാപം കടന്നിരുന്നില്ല. അവിടെ പ്രവേശിച്ചിരുന്നാൽ പാപമുണ്ടായിരുന്നു. ഈ പൈശാചിക ശക്തി ഇവിടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു. കാരണം അവൻ ഈ പാഴ്ശൂന്യമായി കിടക്കുന്ന അഗാധത്തിൽ അവനുണ്ടായിരുന്നു. ഇരുളിൻ്റെ ശക്തി ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ ദൈവം വെളിയിലേക്ക് കൊണ്ടുവന്നു. മനുഷ്യൻ്റെ ഉൽപ്പത്തിക്ക് മുമ്പായി ഇപ്പോൾ ഇരുളും വെളിച്ചെന്നും വേർതിരിച്ചതിനെ കുറിച്ച് നമുക്ക് കാണാം. അപ്പോൾ ഇരുൾ ഇവിടെ വെളിപ്പെട്ടതിനെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ ലോകസ്ഥാപനത്തിൽ തീർന്ന ശേഷമായിട്ട് ഏദൻ തോട്ടത്തിൽ സാത്താൻ പ്രവേശിച്ചിരുന്നില്ല. എന്നാൽ അവിടേക്ക് അവൻ ഒഴിഞ്ഞു കയറി മനുഷ്യനെ പാപത്തിൽ അടിമപ്പെടുത്തി ലോകാരംഭം ആരംഭിച്ചു. പൈശാചിക വർണ്ണം അവൻ്റെ അധീനത
സർവ്വലോക ദുഷ്ടരെ അതീതിൽ കിടക്കുന്നു. അതിനെ മാറ്റാൻ വേണ്ടി കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോഴും അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോയിട്ടില്ല. എന്നാൽ കർത്താവ് രണ്ടാമത് വരുമ്പോൾ എന്നേക്കുമായി അവനെ മാറ്റിക്കളയാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കും. 1000 മാറിയാൽ പിന്നീട് അവൻ ഭരണമില്ല. അപ്പം ആ രണ്ടാമത് വന്നതോടുകൂടി പിന്നീട് ഒരിക്കലും ഒരു സാമ്രാജ്യത്വം സാധാരണ കെട്ടിപ്പടക്കാൻ കഴിയത്തില്ല. അവനെ അഴിച്ചുവിട്ടാലും അവനതിന് സാധിക്കത്തില്ല എന്നുള്ളതും നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. സാധാനിക ഭരണത്തിൻ്റെ അവസാനമാണ് ലോകാവസാനം. അതിനുശേഷം കർത്താവ് 1000 ആണ്ട് വാഴുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ ഈ പഠനത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 27-28 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലായിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നത വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവൻ്റെ രാജ്യത്ത് നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. വെളിപ്പാട് 7-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ എന്താണെന്ന കാര്യത്തിൻ്റെ സമാപ്തി എന്ന് ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു. ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് നിരവധി സാമ്രാജ്യത്വങ്ങൾ മാറി മറിയുകയും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും അവർ 2 രാഷ്ട്രങ്ങളായിട്ട് മാറുന്നതിനെക്കുറിച്ചും ഇസ്രായേൽ എന്നും യഹൂദി എന്നും മാറുന്നതിനെക്കുറിച്ചും രാജാക്കന്മാർ വന്നു പോകുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അവസാനത്തെങ്കിലേക്ക് വരുമ്പോൾ, കാര്യങ്ങളുടെ സമാപ്തിയിലേക്ക് വരുമ്പോൾ ഇവിടെ ദാനിയേൽ കാണുകയാണ്. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് എല്ലായിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതിൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. അപ്പോൾ യേശു ക്രിസ്തുവിനെ സേവിച്ച് അനുസരിക്കുന്ന സകല ജാതികൾ അനുസരിക്കും. അതിനു മുമ്പായി അനുസരിക്കാത്തവരെല്ലാം ദൈവം നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. എന്നിട്ടാണ് ദൈവത്തിൻ്റെ ഭരണം ഇവിടെ 1000 ആണ്ട് വാഴുന്നത്. എന്നാൽ ഈ ലോകത്തിൻ്റെ ദൈവമായിരിക്കുന്ന സാത്താൻ മത്തായി സുവിശേഷം 4-ാം അധ്യായം 8 മുതൽ 50 വാക്യങ്ങളിൽ ഒരു കുറുക്ക് വഴി യേശുവോട് പറഞ്ഞു, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്ന സകല രാജ്യങ്ങളുടെ മഹത്വവും നിനക്ക് നൽകാമെന്ന് പറഞ്ഞു. സാധാരണ എപ്പോഴും കുറുക്ക് വഴി കാണിക്കുന്നവനാണ്. പക്ഷെ അങ്ങനെ കുറുക്ക് വഴിയിലൂടെ അല്ല പ്രിയപ്പെട്ടവരെ ഈ ദൈവീകത നേടിയെടുക്കുന്നത്, അധികാരം നേടിയെടുക്കുന്നത്. കുറുക്ക് വഴിയിലൂടെ സാധിക്കത്തില്ല. പിശാച് പറഞ്ഞു, നീ വന്നത് രാജ്യം സ്ഥാപിക്കാനാണെങ്കിൽ അതിനൊരു കുഴപ്പമൊന്നുമില്ല. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഇത് മുഴുവൻ നിനക്ക് വിട്ട് തന്നേക്കാം. ഈ ലോകത്തിൽ അവനെ ആരാധിച്ചാൽ മുഴുവൻ തന്നേക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ നീ നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം നിനക്ക് തന്നേക്കാം. കർത്താവ് അങ്ങനെ അവനെ നമസ്കരിച്ചല്ല ഇവിടെ രാജ്യം സ്ഥാപിക്കുന്നത്. അവനെ പരാജയപ്പെടുത്തി, അവനെ കാൽ കീഴാക്കി, അവനോടുകൂടെ പ്രവർത്തിച്ച എതിർക്രിസ്തുവിനെ കള്ളപ്രവാചകനെ നരകാക്കി തള്ളിക്കളഞ്ഞിട്ടാണ് കർത്താവ് തൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കുന്നത്. ഞാനും നിങ്ങളും നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി സാത്താനുമായി കോംപ്രമൈസ് ചെയ്തല്ല പോകുന്നത്. അവനോട് പോരാടിയ നാം ജയിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി എന്നെ നമസ്കരിച്ച് എന്നോടൊന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കാണുന്നതിന് മുമ്പ് മുട്ടുമടക്കത്തില്ല. നമുക്ക് കാര്യം സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും നാം അതിനു വേണ്ടി പോകത്തില്ല. കാരണം സാത്താൻ പറയുന്ന ഒന്ന് നമസ്കരിച്ചാൽ മതി, ഒന്ന് വിളിച്ചാൽ മതി, നിനക്കെല്ലാം തരാമെന്ന് പറയും. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അങ്ങനെ അവനുമായി കോംപ്രമൈസ് ചെയ്തല്ല രാജ്യം സ്ഥാപിക്കുന്നത്. അവനെ പരാജയപ്പെടുത്തി അവനെ ഒന്നുമില്ലാത്തവനാക്കിയാണ് അവനിവിടെ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതെങ്കിൽ അവനാൽ ജനിക്കപ്പെട്ട യഹൂദ സിംഹത്തിൻ്റെ മക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും ഈ ലോകത്തിൽ എന്തെങ്കിലും നേടിയെടുക്കുന്നത് സാത്താനെ അവനുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് അവൻ്റെ നാമം വിളിച്ചിട്ടല്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, രോഗസൗഖ്യം വന്നാലും വന്നില്ലെങ്കിലും, ലഭിച്ചാലും ഇല്ലെങ്കിലും ഒരിക്കൽ പോലും അന്യദൈവങ്ങളുടെ നാമം നാം എടുക്കത്തില്ല. കാരണം യേശു കാണിച്ച മാതൃകയാണ്. കുറുക്ക് വഴികൾ സാത്താൻ പറഞ്ഞു തരും. ഇത്രയൊന്നും കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഇത്രയൊന്നും ഭാരപ്പെടുകയൊന്നും വേണ്ട, ഇന്നിടത്തൊക്കെ ഒന്ന് പോയി ഇന്നതൊക്കെ ഒന്ന് വിളിച്ചു നോക്കിക്ക്, അതെല്ലാം പെട്ടെന്ന് മാറും എന്ന് പറയും. യേശുവിൻ്റെ അടുത്ത് എങ്ങനെയാ വന്ന് പറഞ്ഞത്, നീ ഇത് മുഴുവൻ കണ്ടോ, ഈ മഹത്വത്തെ എല്ലാം കണ്ടോ, ഇതെല്ലാം രാജ്യങ്ങളെല്ലാം എൻ്റെ കയ്യിലാണ്, ഇതെല്ലാം നിനക്ക് തന്നേക്കാം, ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇനി ഒരു പ്രയാസമില്ല, കഷ്ടതയില്ല, ബുദ്ധിമുട്ട്, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ഇത് മുഴുവൻ ഞാൻ നിനക്ക് കൈമാറിയേക്കാം എന്ന് അവനറിയാം. ഒരു ദിവസം കൈമാറപ്പെടേണ്ടി വരുമെന്ന് അവനറിയാം, ഒരു ദിവസം നീക്കപ്പെടുമെന്ന് അവനറിയാം, ഒരു ദിവസം അഗ്നിനരകത്തിലേക്ക് പോകുമെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നാം അഗ്നിനരകത്തിലേക്ക് പോകാനുള്ളവരല്ല. നാം രാജാതിരാജാവിനോട് കൂടെ
അവനോടുകൂടെ നിത്യതയിൽ വാഴുവാനുള്ളവരായതുകൊണ്ട് ഇന്ന് സന്ദേശം കേൾക്കുമ്പോൾ ഒരിക്കലും സാത്താനുമായിട്ടൊരു കോംപ്രമൈസും ചെയ്യാതെ അവനോട് പോരാടി നിൽക്കുന്ന ക്രിസ്തുവിൽ ജയാളികളായി തീരുവാനാണ് നാം വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത്. സാത്താനോടും അവന്റെ തന്ത്രത്തോടും ജയിച്ചു നിൽക്കണം. അവൻ നമ്മളെ പരാജയപ്പെടുത്തരുത്. അവന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തി ജയാളികളായി നിൽക്കണം. ലഭിച്ചാലും ഇല്ലെങ്കിലും, ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ കർത്താവിനെ മാത്രമേ നമസ്കരിച്ച് ആരാധിക്കുകയുള്ളൂ, അവന്റെ നാമം മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് ഉറച്ച തീരുമാനത്തോടെ നിൽക്കുന്നവരെയാണ് ദൈവത്തിന്റെ സേനാധിപതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ അംബാസഡേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കോംപ്രമൈസിനും ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും, ഒരു ശ്വാസത്തിന്റെ ഒരു നിമിഷം പോലും നമ്മുടെ ഹൃദയത്തെ അവിശ്വാസത്തിലേക്ക് പോകാതെ വിശ്വാസത്തിൽ നിർത്താൻ കഴിയുന്നതിനെയാണ് വിശ്വാസത്തിന് തികവെന്ന് പറയുന്നത്. ഒരുപക്ഷെ പതറിപ്പോകുമ്പോൾ, ഭാരപ്പെടുമ്പോൾ പലതും ചിന്തിച്ചിട്ടില്ലേ? പലതും ചിന്തിച്ചിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടില്ലേ? പലതും പറഞ്ഞിട്ടില്ലേ? അപ്പോഴൊന്നും വിട്ടുകളയാൻ വിശ്വാസം വന്നുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതെല്ലാം കടന്നു പോകുമെന്ന് പറയുമ്പോഴും രാത്രി പറയണം, എന്ത് സംഭവിച്ചാലും എനിക്ക് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ ലോകത്തിൽ നിന്ന് അവസാന ശ്വാസം വലിക്കുകയാണെങ്കിലും എനിക്കതിനപ്പുറമായിട്ടൊന്നും വേണ്ട. എൻ്റെ യേശുവിനെ മാത്രമേ ഞാൻ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. സാത്താനോടും അവൻ്റെ ശക്തിയോടും എതിർത്ത് നിൽക്കും. അവൻ നമ്മളെ വിട്ട് മാറിപ്പോകും. കർത്താവ് നമ്മെ എപ്പോഴും നമ്മോട് കൂടെ നിൽക്കുമെന്നുള്ളത് നമുക്കപ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കുന്നത് സാത്താനെ കാൽ കീഴ് ബന്ധിച്ച് വിട്ടതിന് ശേഷമാണ്. അവനെ അവനെ ചവിട്ടി ഒതുക്കി, നമുക്കറിയാമല്ലോ, അവനെ ചവിട്ടി ഒതുക്കാൻ വേണ്ടിയാണ് നമ്മളെ ആക്കിയിരിക്കുന്നത് കേട്ടോ. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം വെളിപ്പാട് പഠിച്ചപ്പോൾ ചിന്തിച്ചായിരുന്നല്ലോ, ഏദോമിനെ യേശു കർത്താവ് ചവിട്ടിക്കളയുമ്പോൾ സാത്താനാകുന്ന ഉന്നത നഗരത്തെ ചവിട്ടി ദൈവം താഴെയിട്ട് തരും, തള്ളി താഴെയിട്ട് തരും. അവനെ ചവിട്ടി മെതിക്കാനുള്ള അധികാരം ദരിദ്രന്മാരായിരിക്കുന്ന നമ്മുടെ കാലടികൾക്ക് ദൈവം നൽകിയിരിക്കുക. അതുകൊണ്ട് അവനെ മെതിച്ചു കളയുവാനുള്ള അധികാരമാണ് ദൈവം തന്നിരിക്കുന്ന. പാമ്പുകളെയും തേളുകളെയും ശത്രുസാൽ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു, അവൻ നിങ്ങൾക്ക് ഒരു നാളും ഒരു ദോഷം വരുത്തില്ലെന്ന് പറഞ്ഞ യേശുവിന്റെ വചനം നമ്മുടെ ജീവിതത്തെ അക്ഷരികമായി നടക്കുമെന്ന് നാം വാക്കുകൊണ്ട് പറയുകയാണ്, നാം ശാസിക്കുകയാണ്, നാം വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം ഈ ശക്തിയെ ചവിട്ടിക്കളയാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകും എന്നുള്ളത് ഇന്ന് രാത്രിയിൽ പ്രത്യേകം ഞാൻ ദൈവത്താൽ പറയുകയാണ്. പിന്നെ ചില വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. വരുന്നതായ രാജ്യം, വരുവാനുള്ള ലോകം. നമ്മൾ ചിന്തിക്കും ഇതെല്ലാം ഒന്നാണെന്ന് വിചാരിക്കും. പക്ഷെ ഇത് രണ്ടും ഒന്നല്ല. ഇത് ഞാൻ പ്രാരംഭത്തിൽ പഠിക്കുന്ന 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ വരുന്നതായ രാജ്യം, വരുവാനുള്ള ലോകം, ഇതെല്ലാം ഒന്നാണെന്ന് ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ വരാനുള്ളതല്ലേ, വരുവാനുള്ള രാജ്യം ഒന്നാ, വരുവാനുള്ള ലോകം ഒന്നാ. അപ്പം അങ്ങനെ ചിന്തിച്ച്, പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ ചിന്തിക്കാം. വരുന്നതായ രാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 9 അതിൻ്റെ 10 വാക്യങ്ങളിലാണ്. മുമ്പും നടക്കുന്നവർ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്ന യശായനം പാടിക്കൊണ്ടിരുന്ന 118-ാം സങ്കീർത്തനത്തിന്റെ ഭാഗങ്ങളെ എടുത്തവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അത് എങ്ങനെയായിരിക്കും സമാപ്തി? ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വരുന്നതായ രാജ്യം അത് കർത്താവ് സ്ഥാപിക്കാൻ പോകുന്ന, രാജാവായി വരാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയിലവൻ വാഴുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വരുവാനുള്ള രാജ്യം അത് അക്ഷരികമായിട്ട് വരും. അന്ന് അവരുടെ ഇടയിൽ വിവാഹവും സന്താനോത്പാദനവും പാപവും മരണവും ഒക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം മാറിപ്പോകുന്ന ഒടുക്കത്തെ നാളിലാണ്. അപ്പോൾ ഈ 1000 ആണ്ട് വാഴ്ചയിൽ നിങ്ങൾ വിചാരിക്കരുത് പാപമില്ല, മരണമില്ല എന്ന് വിചാരിക്കരുത്. പാപം മരണമുണ്ട്. അതെങ്ങനെ ഉണ്ടാകുന്നു? ഈ നീതിമാന്മാരായ പ്രവേശികളിൽ എവിടുന്നാണ് ഈ പാപം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് മരണം സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് 1000 ആണ്ട് വാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ അല്ല. സാത്താൻ കാൽക്കീഴായിട്ടേ ഉള്ളൂ. അവന് ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. മരണത്തെ നീക്കിവിട്ടിട്ടില്ല. പിന്നീട് അല്പകാലം കഴിഞ്ഞവനെ അഴിച്ചുവിടും. ഗോഗമുഖ യുദ്ധമുണ്ട്, ഒടുക്കത്തെ നടക്കുന്ന 7 സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന നീതിയോടെയുള്ള ഭരണം സ്ഥാപിതമാക്കുക എന്ന് പറഞ്ഞാൽ പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ് എന്നേക്കുമുള്ള രാജ്യം വെളിപ്പെടുന്നത്. അത് സ്വർഗരാജ്യമാണ്. ഇപ്പോൾ ഇവിടെ ദൈവരാജ്യത്തിലുള്ള ബന്ധത്തെ അക്ഷരീയമായിട്ട് വെളിപ്പെടുന്നു എന്നുള്ളതിനും വരുമ്പോൾ ഇപ്പോഴത്തെ ലോകം, ആദം മുതലുള്ള ഒടുക്കത്തെ നാൾ വരെയുള്ള മനുഷ്യനുള്ള ബന്ധത്തിലുള്ളതാണ് ഇപ്പോഴത്തെ ലോകം.
ഇപ്പോഴത്തെ ലോകം എന്നുള്ളത് ദുഷ്ടലോകത്തെക്കുറിച്ച് പറഞ്ഞു. ദുഷ്ടലോകം എന്ന് പറഞ്ഞാൽ സാധാരണ നീങ്ങിപ്പോകാത്ത ലോകമാണ്. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുമ്പോൾ അവൻ്റെ ദുഷ്ടത ഇവിടെ ഉണ്ട്, അത് മാറിപ്പോയിട്ടില്ല, പക്ഷെ അതിൻ്റെ ശക്തി വളരെ കുറവായിരിക്കും. എന്നാൽ വരുവാനുള്ള ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് വരുവാനുള്ള ലോകം എന്ന് ചിന്തിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായം 34-36 വാക്യങ്ങളാണ് വരുവാനുള്ള ലോകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിന് യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, അവർക്ക് അതിന് മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. ലൂക്കോസ് 20-36. ഇത് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയും നിത്യതയിലെ വാഴ്ച നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പുനരുത്ഥാന പുത്രന്മാർക്ക് വിവാഹമില്ല, അതുപോലെ തന്നെ വിവാഹത്തിന് കൊടുക്കപ്പെടുകയില്ല, അവർക്ക് മരിപ്പാൻ കഴിയുകയില്ല എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം വായിക്കാതെയാണോ ആരെങ്കിലും ഈ ദിവസങ്ങളിൽ ഈ മഹത്വ സിംഹാസനം മുമ്പാകെ പുനരുത്ഥാനം പ്രാപിച്ചവരാണ് നിൽക്കുന്നതെന്ന് പഠിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, തെറ്റിപ്പോകരുത്. യഥാർത്ഥമായ പഠനമാണെങ്കിൽ ഏത് വചനത്തെ എവിടെ നമ്മൾ എടുത്ത് പഠിപ്പിക്കുമ്പോഴും നമുക്കവിടെ നിൽക്കാൻ സാധിക്കും, മാറാൻ്റെ ആവശ്യം വരത്തില്ല. സത്യവചനമാണെങ്കിൽ ആ വചനത്തിൻ്റെ ഓരോ വചനവും അടുത്ത വചനം വായിച്ചു വരുമ്പോൾ അത് അതിനോട് തന്നെ ഒത്തുചേർന്ന് വരും. അതല്ലെങ്കിൽ അവിടെ കിടന്ന് കറങ്ങും, വട്ടം കറങ്ങും. ഇവിടെ ഈ വരുവാനുള്ള ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ ലോകത്തിൻ്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരെന്നുള്ള പുനരുത്ഥാനത്തിന് യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൈവദൂതന്മാരും ദൈവപുത്രന്മാരും ആകുന്നു. ഇതേക്കുറിച്ച് ലൂക്കോസ് സുവിശേഷം പറഞ്ഞിട്ട് ആ ലോകത്തിന് മരിച്ചവർ പുനരുത്ഥാന യോഗ്യരായത്. അപ്പം ആ ലോകത്തിന് വരുവാനുള്ള ലോകം അത് നിത്യതയിലെ ലോകമാണ്. ഇപ്പോഴത്തെ ലോകവും ഈ ലോകം തീരുന്നത്, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും കത്തി കഴിയപ്പെടുന്നത് ഒടുക്കത്തെ നാളിലാണ്. അതുവരെയും ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളിൽ അത് വരുവാനുള്ള ലോകമല്ല, വരുവാനുള്ള രാജ്യമാണ്, വരുന്നതായ രാജ്യമാണ്. വരുന്നതായ രാജ്യം വേറെ, വരുവാനുള്ള ലോകം വേറെ. ഇപ്പോൾ വരുവാനുള്ള ലോകം എന്നുള്ളത് പുതിയ ആകാശം പുതിയ ഭൂമിയിലാണ്. അവിടെ വിവാഹമില്ല, വിവാഹത്തിൽ കൊടുക്കുന്നില്ല, സന്താനോത്പാദനമില്ല, മരണമില്ല, കണ്ണുനീരില്ല. ഇതെല്ലാം മാറിപ്പോകുന്നത് അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ ഇപ്പോഴത്തെ ലോകത്തിൽ മണ്ണ് കൊണ്ടുള്ള മനുഷ്യനോടുള്ള ബന്ധത്തിൽ മരണമുണ്ട്, പാപമുണ്ട്, കണ്ണുനീരുണ്ട്, വിലാപമുണ്ട്, ഇതെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടത്. ഇതെല്ലാം തുടയ്ക്കപ്പെടുന്നത് ഒടുക്കത്തെ നാളിലുള്ള ബന്ധത്തിൽ നടക്കുന്ന ശേഷമാണ്. അപ്പോൾ ഈ വരുന്നതായ രാജ്യം വരുവാണ് ലോകം നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഇതെല്ലാം അവനോടുകൂടെ നാമും 1000 ആണ്ട് വാഴ്ചയിൽ ഭരിക്കുമ്പോൾ ഇന്ന് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകാൻ പോകുകയാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനായി നമ്മൾ ആഗ്രഹിക്കും. കർത്താവേ, ഞങ്ങൾ ഈ പഠിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ കർത്താവേ, അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുവാൻ ദൈവത്തിന് കൃപ തോന്നണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതൊക്കെ ആയിരിക്കണം. കർത്താവേ, ഞങ്ങൾ വായിക്കുന്നത് കുഞ്ഞാടിന്റെ കല്യാണം സത്യഭൂമി നടക്കുന്നത്, അവൻ്റെ 1000 ആണ്ട് വാഴ്ച, കർത്താവേ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളറിയാതെ മരിച്ച് നമ്മൾ അടക്കപ്പെട്ട് ഉണരാതെ കിടക്കുന്നവരായിട്ടല്ല, അവൻ്റെ കാഹളം ധരിക്കുമ്പോൾ നാം ഉണർന്നെഴുന്നേറ്റ് അവനോട് ചേർന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾക്കും നാം അവനോട് കൂടെ കാണും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. എന്താണ് വെളിപ്പാട് ദിവസം പഠിക്കുന്നത് ചോദിച്ചാൽ പറയണം. എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് ചോദിച്ചാൽ പറയണം, എൻ്റെ നിത്യതയെക്കുറിച്ചാണ് ഞാൻ പഠിക്കുന്നത്, എനിക്ക് വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ജീവനോടിരുന്ന കർത്താവ് വന്നാൽ എന്തെല്ലാം സംഭവിക്കും, അതിനുശേഷം എന്തെല്ലാം സംഭവിക്കും, ഞാൻ മരിച്ച് മൺമറയപ്പെട്ടാൽ എൻ്റെ കർത്താവ് വരുമ്പോൾ അതിനുശേഷം എന്തെല്ലാം സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പം ഒരു വിശുദ്ധൻ കർത്താവോട് ചേരുവാനുള്ള ഒരു വ്യക്തി അവൻ മരിച്ചു കഴിഞ്ഞാൽ
അവൻ്റെ ജീവിതത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവൻ മരിക്കുന്ന അന്ന് മുതൽ കർത്താവ് മധ്യാകാശം വരുന്നവരെ സമയം വരെയുള്ള കാര്യങ്ങളിൽ അവൻ ഭൂമിയിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷമായി നടക്കുന്ന സകല കാര്യങ്ങൾക്കും അവൻ പങ്കാളിയാണ്. എന്നാൽ കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെടുന്നവരെ കുറിച്ച് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ മരണം കാണാതെ കർത്താവ് വരുന്ന ആ നിമിഷത്തിൽ ഭൂമിയിൽ നടക്കുന്ന സകല വിഷയങ്ങളുടെ മധ്യത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ടെടുക്കപ്പെടുവാൻ കഴിയാൻ ശേഷമായ ഒരു ഒരുമിച്ചാണ് കർത്താവിലൂടെ എന്നേക്കും കാണപ്പെടുന്നത്. അപ്പം ആ സ്വർഗീയ പദവി പ്രാപിക്കാൻ വേണ്ടി ആണ് ഇത് പഠിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്. എന്തിനാ തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം ക്ലാസ് എടുക്കുന്നത്? ഇതിനു വേണ്ടി വെളിപ്പാട് ദിവസം പല ആവർത്തി പഠിപ്പിക്കുന്നത്? 3ാമത്തെ പ്രാവശ്യം ആണെന്ന് തോന്നുന്നു ഞാൻ അത് പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി ആവർത്തിച്ച് പഠിപ്പിക്കുന്നത്? എന്തിനു വേണ്ടി യൂട്യൂബിൽ ഇടുന്നതെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചുള്ള കാര്യമാണ്. ഇത് മനസ്സിലാക്കിയെടുക്കുന്നത് ഇവിടെ ഒരു താൽക്കാലിക ജോലി ലഭിക്കാൻ വേണ്ടിയല്ല, ഇവിടെ താൽക്കാലികമായിട്ടൊരു കാര്യങ്ങൾക്ക് വേണ്ടി, ഇത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പഠനമാണ്. വെളിപ്പാട് പുസ്തക പഠനം ദൈവവചനത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന പ്രവചന കല്ലവറയായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത് നമ്മുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ നാം സ്ഥിരപ്പെടുത്തിയെടുക്കാൻ വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ വേണ്ടിയാണ് നാം വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കും. ഇപ്പം ഇതുവരെ പഠിച്ചതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇന്നുവരെയും കാണാതിരുന്ന, മറഞ്ഞിരുന്ന പല വിഷയങ്ങളും വെളിപ്പെട്ട് കിട്ടിയില്ലേ? നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്നും എന്തിനുള്ളവരാണെന്നും നമുക്ക് മനസ്സിലായില്ലേ എന്നും കരഞ്ഞു തകർന്ന് അതേ കണ്ണീരോടെ ലോകവും ശീലിച്ച് ഭാരവും വഹിച്ച് കിടക്കാനുള്ളവരാണോ? അതേ ഭൂമിയിൽ ഒരുപക്ഷെ അതിന് അനുവദിക്കപ്പെട്ട സമയങ്ങൾ ദൈവം ഒരുപക്ഷെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ അതിനപ്പുറമായി നാം എന്നേക്കും നിത്യതയിൽ ആർത്തുല്ലസിക്കുന്ന, സന്തോഷം അനുഭവിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയത്തിന് വേണ്ടി കാഹളം ധ്വനിക്കുവാൻ കർത്താവ് അധികം സമയം ഇല്ല. അതുകൊണ്ട് അവൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ രൂപാന്തരപ്പെടണം എന്നുള്ള വലിയ പ്രത്യാശ നമുക്ക് നൽകുകയും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളെ നമ്മുടെ മനസ്സിൽ അത് വെച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ ഹൃദയത്തിൽ അത് വെക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ നമ്മൾ പഠിക്കുന്നു, ബുദ്ധി കൊണ്ട് പഠിക്കാൻ, പരിജ്ഞാനം കൊണ്ട് പഠിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇങ്ങനെ പഠിക്കുന്നു. ഇതിനു മുമ്പ് മറയപ്പെട്ട 1-ാം നൂറ്റാണ്ട് മുതലുള്ള വിശുദ്ധന്മാർ, വെളിപ്പാട് പുസ്തകം കാണാതിരുന്നവർ, വായിക്കാതിരുന്നവർ, എങ്ങനെയാണ് അവർ ഇത് തൃപ്തരായത് അല്ലെങ്കിൽ പരിജ്ഞാനപൂർത്തിയായത് എന്നുള്ള ചോദ്യം ആരും ചോദിക്കരുത്. അങ്ങനെയുള്ള സംശയം മാറാൻ വേണ്ടി പറയാം, അന്യഭാഷയിൽ ആരാധിച്ചത്, പ്രാർത്ഥിച്ചത്, ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങളെ പറഞ്ഞവർ ആത്മാവിൽ വളർച്ച പ്രാപിച്ച അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിച്ചു. ഇന്ന് ഈ ദിവസങ്ങളിൽ ഇത് പരിജ്ഞാനത്തോടെ നമ്മൾ കുറേശ്ശൊക്കെ പഠിച്ച് മനസ്സിലാക്കിയെടുക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഇത് എഴുതി വെക്കണം, പറയണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്യഭാഷയിൽ മർമ്മം പറഞ്ഞാൽ നമുക്ക് മാത്രമേ അത് ആത്മീയ വളർച്ച ഉണ്ടാകത്തുള്ളൂ, നമുക്ക് മാത്രമേ വളർച്ച പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ എല്ലാവർക്കും വളർച്ച പ്രാപിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ് തിരുവചനം കൊണ്ട് മർമ്മങ്ങളെ വെളിപ്പെടുത്തി പഠിക്കുക എന്നുള്ളത് ശ്രേഷ്ഠകരമായ കാര്യമാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ നമ്മുടെ സമയം നഷ്ടമല്ല, ലാഭമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാത്രിയിൽ ഈ 1000 ആണ്ട് വാഴ്ചയിൽ ആരായിരിക്കും നമ്മൾ, എന്താണ് തുടർന്ന് നടക്കുന്നത് എന്നതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടും. ഇവിടെ പറയുന്ന 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർക്ക് ലഭിക്കുന്ന പദവി, അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായ ക്രിസ്തുവോടെ 1000 ആണ്ട് വാഴുമെന്നാണ്. അപ്പോൾ 1000 ആണ്ടിലെ വാഴ്ചയിലെ പുരോഹിതന്മാരായിട്ടല്ല ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയിലെ പുരോഹിതന്മാരായിട്ടല്ല. ഇപ്പോൾ ക്രിസ്തു മഹാപുരോഹിതനും നമ്മൾ രാജകീയ പുരോഹിതവർഗവുമാകുന്നു. സ്വർഗാസുഖത്തിലും നമ്മൾ ആ ശുശ്രൂഷ നമ്മൾ നിവർത്തിക്കുന്നുണ്ട്. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ രാജാക്കന്മാരും നമ്മുടെ കർത്താവ് മഹാരാജാവും നമ്മോട് ചേരുന്നവരും അവനോട് വാഴുവാനുള്ളവരുമാണ്. എന്നാൽ പുരോഹിത ശുശ്രൂഷയുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന 1000 ആണ്ട് വാഴാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് അന്ന് 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർക്കാണ് ലഭിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് എഹെസ്കേൽ പ്രവചനം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലേവ്യ ഗോത്രത്തിൽ സാദോക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതേക്കുറിച്ച് നമ്മുടെ ദൈവം വെച്ചാൽ 1000 ആണ്ട് വാഴ്ചയിൽ പൗരോഹിത്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അത് എഹെസ്കേൽ പ്രവചനം പഠിക്കണം. എഹെസ്കേൽ പ്രവചനത്തിൻ്റെ പ്രധാന വിഷയം കഥ 2-ാമത്തെ വരെയുള്ള ബന്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് പൗരോഹിത്യമുണ്ട്. അത് ആർക്കാണെന്ന് ആ പൗരോഹിത്യം ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് അവർക്ക് തുല്യമായിട്ടുള്ള പദവി ഉള്ള ബന്ധത്തിൽ പറയുമ്പോൾ 1000 ആണ്ട് ക്രിസ്തുവിനോട് വാഴുന്ന പദവി ലഭിക്കുന്ന പുരോഹിത പദവിയാണ് ലഭിക്കുന്നതെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി 1000 ആണ്ട്
അത് അത് ദൈവത്തിന്റെ മന്ദിരത്തിൽ അഥവാ യേശു ക്രിസ്തു പങ്കെടുക്കുന്ന മന്ദിരത്തിലെ ശുശ്രൂഷ നിർവഹിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയിലെ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കെടുക്കുന്നവരാണ്. എന്നാൽ പൊതുവായിട്ടുള്ള ജനത്തിന് വേണ്ടിയുള്ള യാഗങ്ങളൊക്കെ നടത്തുന്നത് ജനങ്ങളും തിരഞ്ഞെടുക്കപ്പെടുന്ന ലേവ്യ പൗരോഹിത്യപ്പെട്ടവരാണ്. അവരെക്കുറിച്ചാണ് എഗസ്കേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായിരിക്കും. അന്നത്തെ ജനത്തിന് വേണ്ടിയുള്ള പുരോഹിത നടത്തുന്നത് അത് 1000 ആണ്ട് വാഴ്ചയിലെ തേജസ്സുള്ള ദൈവമക്കളല്ല. അത് നടത്തുന്നത് ലേവ്യ ഗോത്രത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നവരാണ്. ഇതേക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ എഗസ്കേൽ പ്രവചനം കൂടി പഠിച്ചെങ്കിൽ മാത്രമേ അന്നത്തെ പൗരോഹിത്യ സൂചനയെക്കുറിച്ച് മനസ്സിലാക്കും. ഇപ്പോൾ ചിലർക്ക് ഇത് വായിക്കുമ്പോൾ അന്ന് പിന്നെയും പെസഹ ഉണ്ടല്ലോ, അന്ന് പിന്നെയും കൂടാര പെരുന്നാൾ, ഇങ്ങനെയുള്ള യാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തിനാണ്? ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിന് ശേഷമായി വേറൊരു യാഗം ആവശ്യമില്ലല്ലോ, പാപത്തിന് പരിഹാരമായിട്ട് ക്രിസ്തുവിൻ്റെ യാഗം മാത്രമേ ഉള്ളല്ലോ, പിന്നീട് എന്തിനാണ് വീണ്ടും ഈ യാഗങ്ങളൊക്കെ വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയം ഉണ്ടാകും. അതേക്കുറിച്ച് അതിനുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഈ 1000 ആണ്ട് വാഴ്ചയിൽ ആർക്കാണ് ജനങ്ങളോടുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷ എന്നുള്ളത് എഗസ്കേൽ 44 അധ്യായം അതിൻ്റെ 35 വാക്യത്തിൽ 15 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ എന്നെ വിട്ട് തെറ്റിപ്പോയ കാലത്ത് എൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യവിചാരണ നടത്തിയിരുന്ന സാദോക്കിൻ്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്നോട് അടുത്ത് വരികയും മേധസ്സിൻ്റെ രക്തം എനിക്ക് അർപ്പിക്കേണ്ടതിന് എൻ്റെ മുമ്പാകെ നിൽക്കുകയും വേണം എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പോൾ അത് ജനങ്ങളോടുള്ള ബന്ധത്തിൽ നടക്കുന്ന പുനരുത്ഥാനമോ തേജസ്സോ പ്രാപിക്കാത്തവരുടെ ബന്ധത്തിൽ നടക്കുന്ന ശുശ്രൂഷ ബന്ധം വഹിക്കുന്ന സാധുക്കൻ്റെ. എന്നാൽ ദൈവത്തിനും ക്രിസ്തുവിനും 1000 ആണ്ട് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് തേജസ് പ്രാപിക്കുന്ന ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ള വിശുദ്ധന്മാരാകുന്നു. അന്നത്തെ രാജാവും രാജ്യമായിട്ടുള്ളത് മണവാളനായിരിക്കുന്ന ക്രിസ്തു മണവാട്യമാകുന്നു. അന്ന് ദൈവത്തിനും ക്രിസ്തുവിനും ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ മന്ദിരത്തിലുള്ള ശുശ്രൂഷയിലുള്ള ബന്ധത്തിൽ 1000 ആണ്ട് പുരോഹിതന്മാരായിരുന്നവരാണ്. ഇവർ ഒരിക്കലും ഈ ജനങ്ങളുടെ പുരോഹിതന്മാരല്ല. അത് ഉള്ള പദവി ലഭിക്കുന്നത് എഗസ്കേൽ 44 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 15 വാക്യം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഇസ്രായേൽ മക്കൾ എന്നെ വിട്ട് തെറ്റിപ്പോയ കാലത്ത് എൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യവിചാരണ നടത്തിയിരുന്ന സാധോക്കിൻ്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിനെ എന്നോട് അടുത്ത് വരികയും അപ്പോൾ അവരെയാണ് അന്ന് ജനങ്ങളുടെ ബന്ധത്തിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് ധാരണകൾ തെറ്റായ രീതിയിൽ ചിന്തിക്കരുത്. സാധാരണ മനുഷ്യരെ ഭരിക്കുന്നത് തേജസ് പ്രാപിച്ചവരല്ല. സാധാരണ മനുഷ്യരോടുള്ള ബന്ധത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് പുനരുത്ഥാനം പ്രാപിച്ച തേജസ്സുള്ളവരല്ല. ഇപ്പം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ശുശ്രൂഷയോടും ഭരണത്തോടുള്ള ബന്ധത്തിൽ തേജസ്സുള്ളവർ വ്യത്യസ്തമാണ്. അവർക്കിതുമായിട്ട് ബന്ധമില്ല. 1000 ആണ്ട് വാഴ്ചയിൽ നാട്ടുരാജ്യങ്ങളെ ഭരിക്കുന്നത്, പട്ടണങ്ങളെ ഭരിക്കുന്നത് തേജസ്സില്ലാതെ തേജസ് ചേർക്കപ്പെടുന്ന ബുധന്മാരായിട്ടുള്ളവർക്കാണ്. അന്ന് ലേവ്യ പൗരോഹിത്യത്തിൽ സാധോക്കിൻ്റെ കുടുംബത്തിൽപ്പെടുന്നവർക്കാണ് ഈ അന്നത്തെ 1000 ആണ്ട് വാഴ്ചയിലെ ജനങ്ങളോടുള്ള ബന്ധത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നതിനെക്കുറിച്ചും നാം ഇവിടെ ചിന്തിച്ചിരുന്നു. അപ്പം ഇത് വ്യക്തമാക്കി മനസ്സിലാകരുത്, എല്ലാവരും കൂട്ടിക്കൊഴിഞ്ഞ് മനസ്സിലാക്കരുത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയിലെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നവരാരൊക്കെയാണ്, അതുപോലെ തന്നെ ആരൊക്കെ കാണപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. എങ്കിലും ഒന്നുകൂടി 1000 ആണ്ട് വാഴ്ചയിൽ ഒന്നാമത്തെ ദിവസം 1000 ആണ്ട് വാഴ്ച ഒന്നാം ദിവസം ആരംഭിക്കുമ്പോൾ ആ പൊതുപ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അന്നത്തെ സൂര്യൻ്റെ പ്രകാശം ഇന്നത്തെ സൂര്യനേക്കാൾ 7 മടങ്ങ് വെളിച്ചമുള്ളതായിരിക്കും. അന്നത്തെ ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ പ്രകാശം പോലെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പകൽ പോലെ ആയിരിക്കും അന്നത്തെ രാത്രി. ഇന്നത്തെ പകൽ 7 മടങ്ങ് പ്രകാശമുള്ളതായിരിക്കും. ഇനി അതിന് തെളിവൊക്കെ എടുത്ത് പഠിപ്പിക്കാം. അതേക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അന്നത്തെ അന്തരീക്ഷത്തെക്കുറിച്ചും അന്നത്തെ ആരോഗ്യത്തെ മേഖലയെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്ന സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നവരാരൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. ഹർമോദ യുദ്ധത്തിൽ എന്നേക്ക് തള്ളപ്പെടുന്ന ഏത് ക്രിസ്തു കള്ളപ്രവാചകൻ ഇവിടെ കാണത്തില്ല. 1000 ആണ്ടേക്ക് ഏത് സാത്താൻ ബന്ധിക്കപ്പെട്ട അഘാതത്തിലായിരിക്കും, അവൻ കാണത്തില്ല. ഹർമോദ യുദ്ധത്തിൽ ചേർന്ന ഭൂരാജക്കന്മാരുടെ സൈന്യങ്ങളും കർത്താവിൻ്റെ വാളിനിരയാറ്റിയിരുന്നുകൊണ്ട് അവർ അന്ന് മണ്ണത്താൽ നീക്കപ്പെടും. എന്നുള്ള സകല രാജ്യങ്ങളും ദൈവത്തെ അംഗീകരിക്കാത്ത സകലരുമെന്ന് വാളിൻ്റെ വായ്ത്തലയാൽ നീക്കപ്പെട്ടിരിക്കും.
ദുഷ്ടപ്രദേശമായിരിക്കുന്ന ഏതോ വംശത്തിലുള്ള ഒരൊറ്റ എണ്ണം പോലും 1000 ആണ്ട് വാഴ്ചയിൽ കാണത്തില്ല. കല്യാണ സദ്യക്ക് വിരുന്നുശാലയിൽ നിറയേണ്ടതിന് ദൂതന്മാർ പ്രവേശിപ്പിച്ചതിൽ മടിയന്മാരും ദുഷ്ടന്മാരുമായിട്ടുള്ളവർ അതിനുശേഷം കാണുന്നവർ തള്ളപ്പെടും. മഹത്വ സിംഹാസനവും മുമ്പാകെ ഇടത്തു നിൽക്കുന്നവർ എന്നേക്കും അനിത്യരായത്. ഇങ്ങനെ ഇത്രയും സംഭവം നടക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞതൊന്നുകൂടെ ആവർത്തിക്കുന്നു. വീശുമുറ അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. അങ്ങനെ ലോകമാന വയലിലെ കൊയ്ത്തിന്റെ അവസാന ഘട്ടത്തിലാണ് വീശുമുറം കൊണ്ട് വീശി ഗോതമ്പും പതിരും തമ്മിൽ കഥാവ് വേർതിരിക്കുന്നത്. മഹത്വസിംഹാസനത്തിന് മുമ്പാകെ കഥാവ് എന്നിട്ട് ഒരൊറ്റ വീശും. അന്ന് മഹത്വസിംഹാസനത്തിലേക്ക് നമ്മളോടുകൂടെ വന്നിരിക്കുമ്പോൾ വൃതന്മാരായിട്ടുള്ളവർ അവരുടെ കൂടെ നിൽക്കും. കല്യാണ സദ്യ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇറങ്ങി വരികയാണ്. കല്യാണ സദ്യ കഴിഞ്ഞിട്ട് ഇറങ്ങി വരിക. ഇങ്ങോട്ട് വരുന്നറിയാം, മഹത്വസിംഹാസനിരിക്കാൻ വേണ്ടിയാ. കർത്താവിനോടുകൂടി അവൻ്റെ മണവാട്ടിയിരിക്കും. അവനോടുകൂടെ നിൽക്കുവാനുള്ള വിശുദ്ധന്മാർ അവൻ്റെ കൂടെ ഏഴ് സൈഡിൽ നിൽക്കും. അതിനോട് ഫ്രണ്ടിലായിട്ട് സൈഡിലായിട്ട് വൃതന്മാരായിട്ടുള്ളവരെ നിർത്തും. യഹൂദന്മാരോട് ബന്ധത്തിലും ആ സുവിശേഷത്തിൻ്റെ ബന്ധം. അതിന് മുമ്പിൽ ഇടത്തും വലത്തുമായി സകല ജാതികളെയും കർത്താവ് വേർതിരിക്കും. കാറ്റടിച്ച് പതിരിനെ ഇടത്തും ഗോതമ്പിനെ വലത്തും നിർത്തും. ചെമ്മരിയാടും കോലാടുമായിട്ട് വേർതിരിച്ച് കഴിയുമ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത്, എനിക്ക് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന വൃതന്മാരായിട്ടുള്ളവരെയാണ്. സുവിശേഷ വൃതന്മാരെയും ചെറിയവരായിരിക്കുന്ന യഹൂദ വൃതന്മാരെയും ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് ഇടതുവശത്തുള്ളവർ ഒരു നന്മയും ചെയ്യാതെ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുമ്പോൾ ഞങ്ങൾ ചെയ്ത കർത്താവെ, ഞങ്ങൾ അറിഞ്ഞിട്ട് ചെയ്തതല്ല, ഞങ്ങൾ മനസ്സാക്ഷിച്ചെന്ന് പറയുമ്പോൾ നീതിവാന്മാരായി ദൈവം അംഗീകരിച്ച് അവരാണ് 1000 ആണ്ട് വാഴ്ച. സഹസ്രാബ്ദ വാഴ്ച കഥാവിടെ കാണപ്പെടുന്നവരെ കുറിച്ചാണ്. ഭൂമി കഥാവിടെ സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവർ അവനോട് കൂടിയുണ്ട്. പുനരുത്ഥാനമോ തേജസ്സോ പ്രാപിക്കാത്തവരുണ്ടായിരിക്കും. സ്വർഗീയ ശരീരങ്ങൾ തേജസ് പ്രാപിക്കുന്നവരിൽ സ്വർഗീയ ശരീരങ്ങൾ തേജസ് പ്രാപിക്കുന്ന വിശുദ്ധമാണ് കർത്താവിനോട് സ്വർഗത്തിന് ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അവരിൽ 4 വിഭാഗക്കാരാണുള്ളത്. നമ്മൾ മുമ്പ് പഠിച്ചതിൻ്റെ ഒക്കെ ഒന്നുകൂടി ആവർത്തനമാണ്. സർവസൃഷ്ടികളെന്നുമുള്ള ആദിഫലമായിരിക്കുന്ന മണവാട്ടി സഭ, മഹാരാജാവിൻ്റെ രാജ്ഞിയോട് കൂടെ നടക്കുന്ന തോഴിമാരായിരിക്കുന്ന കന്യകമാർ, പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാർ, ഭൂമിയുടെ ആദിഫലമായ നിസ്സായിൽ നിന്നുള്ള 144,000, മുമ്പിൽ നടക്കുന്ന സംഗീതക്കാർ, പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാർ, പിമ്പിൽ നടക്കുന്ന വീണക്കാർ, എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്നവർ, ഇടതുവശത്ത് നടക്കുന്ന തപ്പുകൊട്ടുന്ന കന്യകമാർ, പർദീസയിൽ 2ാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് അവര് ദൈവസഭയുടെ 6 മുതൽ 60% വിശുദ്ധന്മാരാണ്. വലതുവശത്ത് നടക്കുന്നത് എതിർക്രിസ്തു സമയത്ത് രക്തസാക്ഷ്യം വഹിക്കുമ്പോൾ പിമ്പിൽ നടക്കുന്നവർ തപ്പുകൂട്ടുന്ന കന്യകമാർ. മണവാട്ടി സഭ ക്രിസ്തുവിനോടെ മധ്യഭാഗത്തുണ്ടായിരിക്കും. അതേ 28 സംഗീതങ്ങൾ പഠിച്ചിരുന്നു. പുനരുത്ഥാനമോ തേജസ് പ്രാപിക്കാത്തവരിൽ വൃതന്മാരായിട്ടുള്ളവർ നമുക്കറിയാം. ദൂതന്മാർ പോയി, ഞാൻ പല പ്രാവശ്യം എത്ര പ്രാവശ്യം പറഞ്ഞ് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് ഒരിക്കലും തെറ്റിപ്പോകരുത്. അത് വേണ്ടതായിട്ടുള്ള രീതിയിൽ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ പുനരുത്ഥാനമോ തേജസ് പ്രാപിക്കാത്തവർ, വൃതന്മാരായിട്ടുള്ളവർ, സ്നേഹിത പദവി കല്യാണ വിരുദ്ധശാലയിൽ പ്രവേശിക്കുന്നവരിൽ നല്ലവരായിട്ടുള്ളവർ, നീതിമാന്മാരായിട്ടുള്ളവർ, ഇവര് ലോകാവസാന കൊയ്ത്തിന്റെ അവസാനത്തിൽ ചേർക്കവര് പ്രജകളായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നീതിമാന്മാരായി പരിഗണിക്കുന്നതിന് പ്രധാന വസ്തുത വൃതന്മാരായ ഏറ്റവും ചെറിയ സഹോദരന്മാർക്കും ഏറ്റവും ചെറിയ ദാസന്മാർക്കും ചെയ്ത നീതി പ്രവൃത്തികളാണ്. ഭരണകാര്യങ്ങളിൽ അവർ വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ അവർ മനസ്സാക്ഷിയോടെ പ്രവർത്തിച്ചാണ് ഇവിടെ നീതി പ്രവൃത്തിയായി ദൈവം കണക്കണമെന്ന് സഹസാധവാഴ്ച പ്രജകളാകാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുന്നത്. നീതിമാന്മാർ ഭൂമി അവകാശമാക്കി സഹസാധവാഴ്ച ജീവിക്കുമ്പോൾ അവർ താമസിക്കുന്ന പട്ടണങ്ങൾ അധിപന്മാരായി ദൈവം നിയോഗിക്കുന്നത് വൃതന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ്. സ്നേഹിത പദവിയിൽ പ്രവേശിക്കുന്നവരോടൊപ്പം രാജ്യത്തിലെ പന്തിയിരിപ്പാനുള്ള ഭാഗ്യമാണ് ലഭിക്കുന്നത്. ഈ 3 വിഭാഗങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരിക്കും. അതുപോലെ അന്ന് ഇവനോടുള്ള സകല ശിശുക്കളും നീതിമാന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഒരൊറ്റ കുഞ്ഞുങ്ങളെ പോലും ദൈവം തള്ളിക്കളയത്തില്ല. അവർ മുഴുവനും വലത് ഭാഗത്ത് കാണും. ആരുടെ മക്കളാണെങ്കിലും ഒരൊറ്റ ശിശുവിനെ പോലും ദൈവം നരകാഗ്നിയിലേക്ക് തള്ളിക്കളയത്തില്ല. മനുഷ്യത്വം വെളിപ്പെടുന്ന നാളിൽ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുന്നവരെ കുറിച്ചും അവശേഷിക്കുന്നവരെ കുറിച്ചുമുള്ള ഏകദേശമായിരിക്കും ചിത്രം നമുക്ക് മനസ്സിലായതുകൊണ്ട് തുടർന്ന് സഹസ്രാബ്ദ വാഴ്ചയിലെ ഭരണം, അതുപോലെ തന്നെ
സഹസ്രാബ്ദ അന്നത്തെ ഭൂമിയും കാലാവസ്ഥയും, അതുപോലെ 1000 ആണ്ട് വാഴ്ചയിലെ ആധിപത്യവും നഗരത്തിന് അതിർത്തികളും, ജനങ്ങളുടെ ജീവിതവും ജീവിത രീതിയും ദൈവിക ആരാധനയും ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ വന്യമൃഗങ്ങൾ, മനുഷ്യരും, ആരോഗ്യ മേഖല, ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തിക്കുന്നതായിരിക്കും. അന്നത്തെ ജീവിതവും ഇന്നത്തെ ജീവിതം നമ്മൾ വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ ദൈവം എന്ന് വെച്ചാൽ അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കും. ഇത് രാത്രിയിൽ നമുക്ക് കണ്ണുകളടയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. 1000 ആണ്ട് വാഴ്ച നടക്കുമെന്ന് വിശ്വസിക്കാത്തവരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം അതിന് ഭാഗമാറ്റിയിരുന്നത്തോടെ വിശ്വസിക്കുന്നു. രാത്രിയിൽ ഇത് വെറുമൊരു കഥ പോലെ കേൾക്കാതെ എൻ്റെ ജീവിതത്തിൽ ഇത് ഭാഗമായി. പ്രിയപ്പെട്ടവരെ, ഒന്നെങ്കിൽ നമ്മൾ കഥാവിലൂടെ ഇതെല്ലാം സന്തോഷത്തോടെ അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ വളരെ ഭയത്തോടെ പറയട്ടെ, എന്നേക്കും നിത്യ ദുഃഖത്തിൻ്റെ ഭാഗമായി നിത്യനരകാട്ടിലേക്ക് തള്ളപ്പെടാനിടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് നിത്യതയിൽ ദുഃഖമല്ല വേണ്ടിയത്, നിത്യയിലെ സന്തോഷമാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി പാപം വിട്ടൊഴിഞ്ഞ് നീതിയോടെ ജീവിച്ച് നല്ല മനസ്സാക്ഷിയുള്ളവരായി ക്രിസ്തുയേശുവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ നമുക്ക് ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാം. നാം അധികം പഠിക്കുന്നത് ശിക്ഷാവധി കാരണമായി തീരാതെ നമ്മുടെ ജീവിതത്തിൽ സമർപ്പണത്തിൻ്റെ ദിവസമായി ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചെന്ന് ക്ലാസ് അവസാനിപ്പിക്കുക. നാം ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഭാഗമായി തീരണം. ലോകത്തുള്ള സകല മനുഷ്യരും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉൾപ്പെടണം. ഒന്നെങ്കിൽ കർത്താവുമായ നിത്യസൗഭാഗ്യം, അല്ലെങ്കിൽ ദുഷ്ടനോടുകൂടെ എന്നും കണ്ണുനീരും പല്ലുകടിയും കരച്ചിലും നിത്യനരകാഗ്നിയും. നമുക്കത് വേണ്ട. നിത്യമായി ക്രിസ്തുവിനോട് സന്തോഷിപ്പാനുള്ള അവസരം പരിശ്രമം ഒരുക്കി തന്നത് പ്രാപിച്ചെടുക്കാം. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ദൈവം വഴി തുറന്നിട്ടുണ്ട്. അവിടെ കണ്ണുകൾ കൂടി ഈ ദിവസങ്ങളിൽ വചനത്തിൻ്റെ വിഭാഗം തുറക്കപ്പെടുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വചനങ്ങളാദ്യമായി കർത്താവ് നമ്മെ സഹായിക്കേണ്ട. ദൈവം വെച്ചാൽ നാളെ സഹസ്രാബ്ദ വാഴ്ചയിലെ ലോകമെന്താണ്, ജീവിതം എന്താണ്, ആരാധന എന്താണ് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിലുള്ള പഠനം നമ്മൾ പൂർത്തീകരിക്കപ്പെടുന്നതായിരിക്കും. വളരെ വേഗത്തിൽ തന്നെ ഈ വെളിപ്പാട് പുസ്തക പഠനം പൂർത്തീകരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.